അക്ഷര സൗഹൃദ സമഭാവനയുടെ കടല അലിൻ നിശലുകൾ തഴുകും വിളയുടെ ചിരിയ LP-ST PSC പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കായി കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA സംസ്ഥാന കമ്മിറ്റി ഒരുക്കുന്ന സഹായക ക്ലാസുകളിലെ അവസാനത്തെ ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. ഈ 8ാമത്തെ ക്ലാസ് എടുക്കുന്നത് ഇരിങ്ങല്ലൂർ ഈസ്റ്റ് സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിട്ടുള്ള ശ്രീ അലക്സ് മാഷാണ്. പൊതുവിജ്ഞാനം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ആണ് ഇന്നത്തെ ക്ലാസ് അദ്ദേഹം എടുക്കുന്നത്. ഈ രംഗത്ത് കുറെ കാലത്തെ പരിചയമുള്ള അദ്ദേഹം KSTA ഒരു പ്രധാന പ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ക്ലാസുകൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അതോടൊപ്പം നാളെ നടക്കുന്ന മാതൃകാ പരീക്ഷയിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. മാതൃകാ പരീക്ഷയുടെ ലിങ്ക് ഗ്രൂപ്പിൽ നൽകുന്നതാണ്. ആ സമയത്ത് നാളെ 11 മണിക്ക് നടക്കുന്ന മാതൃകാ പരീക്ഷയിൽ എല്ലാവരും പങ്കെടുക്കണമെന്നും തുടർന്ന് നടക്കുന്ന PSC പരീക്ഷയിൽ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിജയാശംസകളോടെ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. നമസ്കാരം. നവംബർ 24 LP-ST പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മത്സരാർത്ഥികളെ ആദ്യമേ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. പരീക്ഷയുടെ തൊട്ടു തലേ ദിവസങ്ങളിൽ നമ്മൾ കടന്നുപോകേണ്ട കുറച്ചു പൊതുവിജ്ഞാന മേഖലകൾ പരിചയപ്പെടുത്തുകയാണ് ഇന്നിവിടെ ചെയ്യുന്നത്. പൊതുവിജ്ഞാനം വലിയൊരു സാഗരം പോലെ പരന്നു കിടക്കുന്നതാണ്. PSC സ്ഥിരമായി ആവർത്തിക്കുന്ന കുറച്ചു മേഖലകൾ കണ്ടെത്തുകയും അവയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്നിവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിന് വിഷയങ്ങളുടെ അതിർവരമ്പൊന്നുമില്ല. കേരളത്തിന് കുറച്ച് പ്രാധാന്യം കൂടുതൽ കൊടുത്തുകൊണ്ട് സ്ഥിരമായി ആവർത്തിക്കുന്ന പൊതുവിജ്ഞാന മേഖലകൾ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ. കേരളത്തിന്റെ നവോത്ഥാന പ്രക്രിയയിൽ ഇടം നേടിയ കുറച്ച് സമരങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധ ചെലുത്തിയിട്ട് നമുക്ക് ക്ലാസുകൾ തുടരാം. ചോദ്യോത്തര രീതിയിൽ നമുക്ക് ആരംഭിക്കാം. ആറാട്ടുപുഴ വേലായുധ പണിക്കർ നേതൃത്വം നൽകിയ സമരമേത്? ഇത് ചോദിച്ച സമയത്ത് 4 ഓപ്ഷനുകൾ ഓർമ്മയിൽ വരുന്നത്: 1 കല്ലുമാല ബഹിഷ്കരണം, മൂക്കുത്തി ലഹള, ചാന്നാർ ലഹള, കായലിൽ സമ്മേളനം. ഇതില് ശരിയുത്തരം ഏതാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ നേതൃത്വം നൽകിയ സമരം മൂക്കുത്തി ലഹളയാണ്. പിന്നോക്ക വിഭാഗത്തിലെ സ്ത്രീകൾക്ക് മൂക്കുത്തി ധരിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരം. നേതൃത്വം കൊടുക്കുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 1873-74 കാലത്ത് പന്തളം കാർത്തികപ്പള്ളി താലൂക്കിലാണ് ഇത് നടക്കുന്നത്. ഈ സമരത്തിനിടയിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കർ കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പോൾ 2-3 കാര്യങ്ങൾ ഓർമ്മയിരിക്കട്ടെ. മൂക്കുത്തി ലഹള നേതൃത്വം കൊടുക്കുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. നടക്കുന്നത് 1873-74 വർഷങ്ങളിലാണ്. പന്തളം കാർത്തികപ്പള്ളി താലൂക്കുകളിലാണ് ഈ സമരം നടക്കുന്നത്. പരിചയപ്പെടുത്തിയ മറ്റ് 3 ഓപ്ഷനുകൾ ഏതൊക്കെയാണ്?
ഒന്ന് കല്ലുമാല ബഹിഷ്കരണം. കല്ലുമാല ബഹിഷ്കരണം പറയുമ്പോൾ രണ്ട് ആളുകളുടെ പേരുകളാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. കല്ലുമാല ബഹിഷ്കരണത്തിന് മറ്റൊരു പേരുണ്ട്, പെരിനാട് ലഹള. ഈ പെരിനാട് ലഹളയ്ക്ക് നേതൃത്വം നൽകുന്നത് പെരിനാട് ഗോപാലദാസൻ എന്നൊരാളാണ്. അതിന്റെ കാലം 1905 മുതൽ 1915 വരെയാണ് പെരിനാട് ലഹള അഥവാ കല്ലുമാല ബഹിഷ്കരണം നടക്കുന്നത്. കേരളത്തിലെ ദളിത് സ്ത്രീകളുടെ അടിമചിഹ്നങ്ങൾക്കെതിരെ നടന്ന സമരമാണിത്. അക്കാലത്ത് ദളിത് സ്ത്രീകൾ അടിമചിഹ്നങ്ങളായി കല്ലയും കല്ലുമാലയും ഒക്കെ ധരിക്കണമായിരുന്നു. കല്ലുകൊണ്ടും കുപ്പിച്ചില്ലുകൊണ്ടുമൊക്കെയുള്ള മാലകൾ ഒരു അടയാളമായിരുന്നു. ഈ കല്ലുമാലകൾ ബഹിഷ്കരിക്കുന്നതിന് വേണ്ടി പെരിനാട്ട് ഒരു യോഗം വിളിച്ചു ചേർത്തു. എന്നാൽ സവർണ മേധാവികളുടെ എതിർപ്പ് കൊണ്ട് സമ്മേളനം നടത്താൻ പറ്റിയില്ല. അതിനുശേഷം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ 1915 ഡിസംബർ 10 കൊല്ലം പീരങ്കി മൈതാനത്ത് കല്ലുമാല ബഹിഷ്കരണ സമ്മേളനം നടക്കുകയാണ്. അവിടെ വെച്ചിട്ടാണ് ദളിത് സ്ത്രീകൾ കല്ലുമാലകൾ വലിച്ചു പൊട്ടിച്ച് എറിഞ്ഞ് ഇതിൽ നിന്ന് മോചനം നേടുന്നത്. 2-3 കാര്യങ്ങളാണ് കല്ലുമാല ബഹിഷ്കരണത്തിൽ ഓർത്തിരിക്കേണ്ടത്. കല്ലുമാല ബഹിഷ്കരണത്തിന് മറ്റൊരു പേരുണ്ട്, പെരിനാട് ലഹള. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് പെരിനാട് ഗോപാലദാസനാണ്. 1905 മുതൽ 1915 വരെയാണ് ഈ സമരം നടക്കുന്നത്. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലുമാല ബഹിഷ്കരണ സമ്മേളനം നടക്കുന്നത് 1915 ഡിസംബർ 10 കൊല്ലത്ത് പീരങ്കി മൈതാനത്താണ്. മറ്റൊരു ഓപ്ഷൻ പറഞ്ഞത് കായലിൽ സമ്മേളനമാണ്. കായലിൽ സമ്മേളനം 1913 കൊച്ചി കായലിൽ വെച്ചാണ് നടക്കുന്നത്. നേതൃത്വം കൊടുക്കുന്നത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. കേരള ലിങ്കൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പണ്ഡിറ്റ് KP കറുപ്പൻ കായലിൽ സമ്മേളനത്തിന് നേതൃത്വം കൊടുത്തു. അവിടെ വെച്ചിട്ടാണ് സമസ്ത കൊച്ചി പുലയ മഹാസഭ രൂപീകരിക്കുന്നത്. പണ്ഡിറ്റ് KP കറുപ്പൻ എഴുതിയ ഒരു പുസ്തകം വളരെ പ്രസിദ്ധമാണ്, ജാതിക്കുമ്മി. ജാതിക്കുമ്മിയുടെ രചയിതാവ് പണ്ഡിറ്റ് KP കറുപ്പനാണ്. ഇതാണ് കേരളത്തിലെ ജാതി വ്യവസ്ഥയ്ക്കെതിരെ എഴുതിയ ആദ്യത്തെ നോവൽ. ജാതിക്കുമ്മി പണ്ഡിറ്റ് KP കറുപ്പനാണ്. മറ്റൊരു ഓപ്ഷനായിട്ട് പറഞ്ഞത് ചാന്നാർ ലഹളയാണ്. ചാന്നാർ ലഹളയ്ക്ക് അനവധി മറ്റു പേരുകളുണ്ട്. മേൽമുണ്ട് കലാപം, മാറുമറയ്ക്കൽ സമരം എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഈ കലാപം നടക്കുന്നത് തെക്കൻ തിരുവിതാംകൂറിലാണ്. തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ വിഭാഗത്തിൽപ്പെട്ട അഥവാ നാടാർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിന് വേണ്ടിയുള്ള അവകാശത്തിനാണ് ഈ സമരം നടന്നത്. 1822 മുതൽ 1859 വരെയാണ് ഈ സമരം നടക്കുന്നത്. മേൽമുണ്ട് ധരിക്കാൻ അവകാശം നൽകിയ രാജാവ് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. 1859 ജൂലൈ മാസം 26 തീയതിയാണ് ഇതിനുള്ള അവകാശം കിട്ടുന്നത്. ചാന്നാർ ലഹള അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇടപെട്ട ഒരു മദ്രാസി ഗവർണറുണ്ട്, ലോർഡ് ഹാരിസ്. ഇതില് PSC ഒരു തവണ ചോദിച്ചപ്പോൾ അതിന്റെ വർഷം താഴെ തന്നിരിക്കുന്നവയിൽ ചാന്നാർ ലഹള നടന്ന വർഷം ഏതെന്ന് ചോദിച്ചിട്ട് 1829 ആയിരുന്നു അന്ന് ശരി ഉത്തരമായി കൊടുത്തിരുന്നത്. തെറ്റില്ല, 1822 മുതൽ 1859 വരെയാണ് ഈ സമരം നടക്കുന്നത്. അത് ഏറ്റവും രൂക്ഷമായി നിൽക്കുന്നത് 1829 കാലഘട്ടത്തിലാണ്. മറ്റൊരു സമരമാണ് മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിലെ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് പ്രാതിനിധ്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂർക്കാരെല്ലാവരും കൂടി ചേർന്ന് ഒപ്പിട്ട ഒരു ഭീമ ഹർജി അന്നത്തെ രാജാവായ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയാണ്. 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ എന്ന ഹർജി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത് KP ശങ്കരമേനോൻ എന്നൊരാളാണ്. പലരുണ്ടായിരുന്നു, ഇദ്ദേഹമാണ് ആദ്യം ഒപ്പുവെച്ചതും ശ്രീമൂലം തിരുനാളിന് ഈ ഹർജി നൽകുന്നതും അദ്ദേഹം തന്നെയാണ്. ഈ സമയത്ത് ഉയർന്നുകേട്ട മുദ്രാവാക്യം തിരുവിതാംകൂറുകാർക്ക് എന്നതായിരുന്നു.
ഈ മുദ്രാവാക്യത്തിന്റെ ശില്പി ബാരിസ്റ്റർ GP പിള്ളയാണ്. ഇതേപോലെ തന്നെ മറ്റൊരു ഹർജിയുമുണ്ട്, ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയൽ 1896 സെപ്റ്റംബർ മാസം 3-ാം തീയതിയാണ് ശ്രീമൂലം തിരുനാളിന് തന്നെയാണ് സമർപ്പിക്കുന്നത്. അതിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ആവശ്യം തിരുവിതാംകൂറിലെ സ്കൂളുകളിലും മറ്റു ഉദ്യോഗങ്ങളിലും ഈഴവ സമുദായത്തിൽപ്പെട്ടവരെ കൂടി പരിഗണിക്കണം എന്നതാണ്. ഇതിന് നേതൃത്വം നൽകുന്നത്, ഈ ഹർജി സമർപ്പിക്കുന്നത് ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിലാണ്. ഡോക്ടർ പൽപ്പു ആദ്യമായിട്ട് മെഡിക്കൽ ബിരുദം നേടുന്ന ഈഴവ സമുദായാംഗമാണ്. ഈ തിരുവിതാംകൂർ ഈഴവ സഭ എന്ന ഒരു സമിതിക്ക് രൂപം കൊടുക്കുന്നതും ഡോക്ടർ പൽപ്പുവാണ്. മറ്റൊരു മേഖല, സാധാരണ PSCക്ക് പഠിക്കുന്നവരൊക്കെ ഒരൊറ്റ നോട്ടത്തില് ഇത് ഓർമ്മയിൽ നിൽക്കാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന ഒരു മേഖലയാണ് കേരളത്തിലെ ശാസനങ്ങൾ. കേരള ചരിത്രത്തിലേക്ക് ഉള്ള ഒരു വാതിലാണ് ശാസനങ്ങൾ. ശാസനങ്ങൾ എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ സർക്കാർ ഉത്തരവുകളോ അറിയിപ്പുകളോ ഒക്കെ പോലെ അന്നത്തെ കാലത്തെ രാജകീയ കൽപ്പനകളും അറിയിപ്പുകളുമാണ്. ഇത് കരിങ്കൽ പാളികളിലോ മരപ്പലകകളിലോ ലോഹത്തകിടുകളിലോ ഒക്കെ കൊത്തിവെക്കുകയാണ് പതിവ്. ഇത് മെമ്മറി ടെക്നിക്ക് എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ച് പഠിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടില്ലാതെ പഠിക്കാൻ പറ്റും. ഒരു ശാസനത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു 3-4 കാര്യങ്ങളാണ്. ഒന്ന്, ശാസനത്തിന്റെ പേര്. മറ്റൊന്ന് പ്രധാനമായിട്ടുള്ളത് ശാസനകർത്താവ് ആരാണ്, ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് ആരാണ്, അതിലെ പ്രതിപാദ്യ വിഷയം എന്താണ്, അനുബന്ധമായി എന്തെങ്കിലും ഒരു കാര്യം കൂടി ചിലപ്പോൾ ഉണ്ടാവും. ഇങ്ങനെ 4 കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മാത്രമേ നമുക്ക് ശാസനങ്ങളിലേക്ക് പോകാം. ആദ്യത്തേത് ഒരു ചോദ്യോത്തര രീതിയിൽ തന്നെ പോകാം. പറപ്പേടി, പുലപ്പേടി, മണ്ണാപ്പേടി ഇവ നിർത്തലാക്കിക്കൊണ്ടുള്ള വിളംബരം ഏത്? പറപ്പേടി, പുലപ്പേടി, മണ്ണാപ്പേടി, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ദളിത് വിഭാഗത്തിലുള്ള ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരുന്ന ഒരു ദിവസമുണ്ട്, അതിനെപ്പറ്റിയാണ് ഇതിൽ പറയുന്നത്. എന്തായാലും ചോദ്യം ഇങ്ങനെയാണ് വരുന്നത്, പറപ്പേടി, പുലപ്പേടി, മണ്ണാപ്പേടി ഇവ നിർത്തലാക്കിക്കൊണ്ടുള്ള വിളംബരം ഏത്? ഉത്തരം കൽക്കുളം ശാസനമാണ്. 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, നിർബന്ധമായി ഓർത്തിരിക്കണമെന്ന്. കൽക്കുളം ശാസനം, ഇത് ശാസനകർത്താവ് ഉണ്ണിക്കേരള വർമ്മയാണ്. ഈ പറപ്പേടി, പുലപ്പേടി, മണ്ണാപ്പേടി ഇവ ഉണ്ടാക്കില്ല എന്ന് വ്യക്തമാക്കുന്ന വിളംബരമാണ്. ഇത് 3ഉം കൂടെ ചേർത്ത് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം എന്നാണ് ആലോചിക്കേണ്ടത്. മെമ്മറി ടെക്നിക്കിൽ ഒരു സെന്റൻസ് മെത്തേഡ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള 2-3 വാക്കുകൾ ചേർത്ത് രസകരമായ ഒരു വാചകം ഉണ്ടാക്കുന്ന, അർത്ഥമുണ്ടാവുകയോ അർത്ഥമില്ലാതിരിക്കുകയോ ചെയ്യുന്ന ഒരു വാക്കോ വാചകം ഉണ്ടാക്കുന്ന ഒരു രീതിയുണ്ട്. അത് നമുക്ക് ഇങ്ങനെ ആലോചിക്കാം. ഈ ഒരു ശാസനം പഠിക്കാൻ ഒരൊറ്റ വാചകം ഓർത്തിരുന്നാൽ മതി. കൽക്കുളത്തെ ഉണ്ണിക്ക് പേടിയില്ല. കേൾക്കുമ്പം ഒരുപക്ഷെ ചിരി തോന്നും. കൽക്കുളത്തെ ഉണ്ണിക്ക് പേടിയില്ല. നമുക്കറിയേണ്ട 3 വാക്കുകളുണ്ട്, അത് ഓർത്തിരിക്കുകയാണ് ചെയ്യുന്നത്. കൽക്കുളം ശാസനം, ഉണ്ണിക്കേരള വർമ്മ. പേടിയില്ല എന്ന് പറഞ്ഞത് പറപ്പേടി, പുലപ്പേടി, മണ്ണാപ്പേടി ഇനിയില്ല എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ഈ കൽക്കുളം എന്നത് ഇപ്പോഴും കന്യാകുമാരിക്കടുത്തുള്ള സ്ഥലമാണ്. അന്നത്തെ തിരുവിതാംകൂറിന്റെ ആസ്ഥാനമായിരുന്നു. അതിന് മറ്റൊരു പേരുണ്ട്, പത്മനാഭപുരം. തിരുവിതാംകൂറിന്റെ ആസ്ഥാനം കൽക്കുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ധർമ്മരാജാവാണ്. അനുബന്ധമായി അത്രയും കാര്യങ്ങൾ കൂടി ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കുന്നതിന് കുഴപ്പമില്ല. പറഞ്ഞത് കൽക്കുളത്തെ ഉണ്ണിക്ക് പേടിയില്ല. കൽക്കുളം ശാസനം, ശാസനകർത്താവ് ഉണ്ണിക്കേരള വർമ്മ. പറപ്പേടി, പുലപ്പേടി, മണ്ണാപ്പേടി ഇവ ഇനി ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കുന്ന വിളംബരമാണ്. ഇതേപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള മറ്റൊരു ശാസനമാണ് തിരുവാലങ്ങാട്ടു ശാസനം. തിരുവാലങ്ങാട്ടു ശാസനം പുറപ്പെടുവിക്കുന്നത് രാജേന്ദ്ര ചോളനാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ദേവദാസികളെ ക്ഷേത്രങ്ങളിലേക്ക് വിറ്റിരുന്നതായി പരാമർശിക്കപ്പെടുന്ന ശാസനം ഏത് എന്നായിരിക്കും ഒരുപക്ഷെ ചോദ്യമുണ്ടാവുക. ദേവദാസികളെ ക്ഷേത്രങ്ങളിലേക്ക് വിറ്റിരുന്നതായി പരാമർശമുള്ള ശാസനം തിരുവാലങ്ങാട്ട് ശാസനം. ശാസനകർത്താവ് രാജേന്ദ്ര ചോളൻ. ഒരൊറ്റ വാചകം കൊണ്ട് ഓർത്തിരിക്കാം. ഒരു പുതിയ സിനിമയുടെ പേരായിട്ടോ ഒരു നോവലിന്റെ പേരായിട്ടോ ഓർത്തിരുന്നാൽ മതി. തിരുവാലങ്ങാട്ടെ രാജേന്ദ്ര ചോളന്റെ ദേവദാസികൾ.
ഓർത്തിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. തിരുവാലങ്ങാട്ടെ രാജേന്ദ്ര ചോളന്റെ ദേവദാസികൾ. തിരുവാലങ്ങാട്ട് ശാസനം, രാജേന്ദ്ര ചോളൻ, ദേവദാസി സമ്പ്രദായം കേരളത്തിൽ നിലനിന്നിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ശാസനമാണത്. അനുബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു വസ്തുത, തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം അവസാനിപ്പിച്ച ഭരണാധികാരി ആര് എന്നുള്ളതാണ്. സേതു ലക്ഷ്മി ഭായിയാണ് തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം അവസാനിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ശാസനമാണ് വാഴപ്പള്ളി ശാസനം. വാഴപ്പള്ളി ശാസനം ചേര രാജാക്കന്മാരുടേതായി കണ്ടുകിട്ടിയിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ശാസനമാണ്. കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള ആദ്യത്തെ ശാസനവും ഇതുതന്നെയാണ്. രാജശേഖര വർമ്മനാണ് ശാസനകർത്താവ്. 4 കാര്യങ്ങളാണ് പറഞ്ഞത്. വാഴപ്പള്ളി ശാസനം, ചേര രാജാക്കന്മാരുടേതായി കണ്ടുകിട്ടിയിട്ടുള്ള ആദ്യത്തെ ശാസനം, കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള ആദ്യത്തെ ശാസനം, ശാസനകർത്താവ് രാജശേഖര വർമ്മൻ. 4 കൂടെ ചേർത്ത് നമുക്ക് ഒരൊറ്റ വാക്കാക്കാം. വാഴ ചേര കേരള വർമ്മൻ. വാഴ ചേര കേരള വർമ്മൻ. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ചിരി തോന്നുന്നുണ്ടാവും. ഒരർത്ഥവുമില്ലാത്ത ഒരു വാക്കാണ്, പക്ഷെ നമുക്ക് ഓർത്തിരിക്കാൻ അത് മതി. വാഴ ചേര കേരള വർമ്മൻ. എന്താണ്? വാഴപ്പള്ളി ശാസനം, ചേര രാജാക്കന്മാരുടേതായി കണ്ടുകിട്ടിയ ആദ്യത്തെ ശാസനം, കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള ആദ്യത്തെ ശാസനം, ശാസനകർത്താവ് രാജശേഖര വർമ്മൻ. മറ്റൊരു ശാസനമാണ് ആറ്റൂർ താമ്ര ശാസനം. അതിനും വളരെ പ്രാധാന്യമുണ്ട്. ഇതുവരെ കണ്ടുകിട്ടിയിട്ടുള്ളതിൽ വെച്ച് ആദ്യത്തെ മലയാള രേഖയാണ് ആറ്റൂർ താമ്രശാസനം എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രാധാന്യം. അതിനു മുമ്പുള്ള ഒരു മലയാള രേഖയും ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. AD 426 ശാസനമാണിത്. പല്ലവ രാജാക്കന്മാരാണ് പുറപ്പെടുവിച്ചത്. അതിലും 4 കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. ആദ്യ മലയാള രേഖ AD 426 പല്ലവ രാജാക്കന്മാരുടേതാണ്. ആദ്യ മലയാള രേഖയാണ്. ഓർത്തിരിക്കാൻ ഒരു വാചകം, 426 പല്ലവന്മാർ ആദ്യ മലയാള രേഖ ഉണ്ടാക്കാൻ ആറ്റൂരേക്ക് പോയി. 426 പല്ലവന്മാർ ആദ്യ മലയാള രേഖ ഉണ്ടാക്കാൻ ആറ്റൂരേക്ക് പോയി. 4 കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം. AD 426 ശാസനം, ആദ്യ മലയാള രേഖ, പല്ലവ രാജാക്കന്മാരാണ്, പേര് ആറ്റൂർ താമ്രശാസനമാണ്. മറ്റൊരു ശാസനം മാമ്പിള്ളി ശാസനം. മാമ്പിള്ളി ശാസനം പുറപ്പെടുവിക്കുന്നത് ശ്രീ വല്ലഭൻ കോതയാണ്. അതിന്റെ പ്രത്യേകത മലയാള വർഷം പ്രതിപാദിക്കുന്ന ആദ്യത്തെ ശാസനമാണ്. കൊല്ലവർഷം 149 ശാസനമാണിത്. 4 കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പഠിക്കേണ്ടത്. ഓർത്തിരിക്കാൻ നമുക്ക് മാമ്പിള്ളി കോതയുടെ 149 കൊല്ലവർഷങ്ങൾ എന്ന് ഓർത്തിരിക്കാം. 1-2 വട്ടം ആവർത്തിച്ച് ആ വാചകം ഒന്ന് പഠിക്കണമെന്നേ ഉള്ളൂ. മാമ്പിള്ളി കോതയുടെ 149 കൊല്ലവർഷങ്ങൾ. മാമ്പിള്ളി ശാസനം ശ്രീ വല്ലഭൻ കോത കൊല്ലവർഷം 149 പുറത്തിറങ്ങിയതാണ്. മറ്റൊരു ശാസനം തരിസാപ്പള്ളി ശാസനമാണ്. ഇതിന് കോട്ടയം ചേപ്പേടുകൾ എന്നും പേരുണ്ട്. വേണാട് രാജാവായിരുന്ന സ്ഥാണു രവിവർമ്മയുടെ മന്ത്രി അയ്യനടികൾ തിരുവടികൾ മാർ സബീർ ഈശോ എന്ന ജൂത പ്രമാണിക്ക് കൊല്ലത്ത്, അതായത് കുരക്കേണി കൊല്ലത്ത്, ഇന്നത്തെ കൊല്ലം തന്നെ, പള്ളി അനുവദിക്കാൻ സ്ഥലം അനുവദിച്ചു കൊടുത്തുള്ള ശാസനമാണിത്. ആ സ്ഥലം കൃത്യമായി സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇന്നത്തെ കൊല്ലം തന്നെയാണെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനൊപ്പം തന്നെ ക്രിസ്ത്യാനികളിൽ നിന്ന് അടിമക്കാശ് ഈടാക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന ശാസനമാണിത്. ഒപ്പം 5 വണ്ണം, മണിഗ്രാമം എന്നീ വ്യാപാര സംഘടനകൾക്ക് അധികാരം നൽകിയ ശാസനവും ഇതുതന്നെയാണ്. ഈ ശാസനം പുറപ്പെടുവിച്ചിരിക്കുന്നത് AD 849 മറ്റ് 2 ചെറിയ ശാസനങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഒന്ന് പാലിയം ശാസനം. പാലിയം ശാസനം AD 925 പുറപ്പെടുവിക്കുന്നത്. വിക്രമാദിത്യ വരഗുണനാണ് ശാസനകർത്താവ്.
കേരള അശോകൻ എന്ന് വിശേഷണമുള്ള വിക്രമാദിത്യ വരഗുണനാണ് പാലിയം ശാസനം പുറപ്പെടുവിക്കുന്നത്. മറ്റൊരു ശാസനമാണ് AD 1000 പുറത്തിറങ്ങിയ ജൂതശാസനം. അത് വർഷത്തിന്റെ പ്രാധാന്യം മറക്കാത്ത ഒരു വർഷമാണ് AD 1000. ഭാസ്കര രവിവർമ്മയാണ് ശാസനകർത്താവ്. ജോസഫ് റബ്ബാൻ എന്ന വ്യക്തിക്ക് 5 വണ്ണ സ്ഥാനവും ചുങ്കത്തിന് അധികാരവും നൽകുന്ന ശാസനമാണിത്. ഇങ്ങനെ ശാസനങ്ങൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇനിയും അങ്ങനെ PSC ആവർത്തിക്കാത്ത ശാസനങ്ങൾ വേറെയുണ്ട്. നിങ്ങളുടെ ഓർമ്മ ഇതിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി മാത്രമാണ് ശാസനങ്ങൾ പരിചയപ്പെടുത്തിയത്. കൊച്ചിയുമായി ബന്ധപ്പെട്ട ധാരാളം ചോദ്യങ്ങൾ PSC ആവർത്തിക്കാറുണ്ട്. കൊച്ചി രാജവംശം മുതൽ നമ്മളിപ്പോൾ കാണുന്ന കൊച്ചി വരെയുള്ള സംഭവങ്ങൾ ചോദ്യങ്ങളായി വരാറുണ്ട്. ഒരു ചോദ്യത്തിൽ തുടങ്ങാം. കൊച്ചി രാജവംശത്തിന്റെ മൂലസ്ഥാനം ഏതാണ്? ഇത് ചോദിച്ച സമയത്ത് ഓപ്ഷനുകളായിട്ടുണ്ടായിരുന്നത് തൃപ്പൂണിത്തുറ, മട്ടാഞ്ചേരി, പൊന്നാനി, ചേന്നമംഗലം എന്നിവയാണ്. ഏതായിരിക്കും ശരി ഉത്തരം? ഓപ്ഷൻസ് ഒന്നുകൂടെ പറയാം. തൃപ്പൂണിത്തുറ, മട്ടാഞ്ചേരി, പൊന്നാനി, ചേന്നമംഗലം. ചോദ്യം ഓർക്കുന്നുണ്ടോ? കൊച്ചി രാജവംശത്തിന്റെ മൂലസ്ഥാനം. ശരി ഉത്തരം പൊന്നാനിയാണ്. പൊന്നാനി മലപ്പുറം ജില്ലയിലാണ്. എങ്ങനെ കൊച്ചി രാജവംശത്തിന്റെ മൂലസ്ഥാനമായി? ഒന്നോർക്കുക. പെരുമ്പടപ്പ് സ്വരൂപമാണ് കൊച്ചി രാജവംശമായി വളരുന്നത്. പെരുമ്പടപ്പിന്റെ ആസ്ഥാനം പൊന്നാനിയിലെ വന്നേരി എന്ന ഗ്രാമമായിരുന്നു. അതുകൊണ്ടാണ് കൊച്ചി രാജവംശത്തിന്റെ മൂലസ്ഥാനം പൊന്നാനി എന്ന് ശരിയുത്തരമായി വരുന്നത്. കൊച്ചിയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം. കൊച്ചി, ആധുനിക കൊച്ചിയുടെ ശില്പി ശക്തൻ തമ്പുരാൻ. കൊച്ചി അറബിക്കടലിന്റെ റാണിയാണ്. അതൊക്കെ ആദ്യകാലങ്ങളിൽ ചോദിച്ചിരുന്ന ചോദ്യമാണ്. ഇപ്പോൾ ചോദിക്കുന്നത് കൊച്ചിയെ അറബിക്കടലിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്നാണ്. ദിവാൻ RK ഷൺമുഖം ചെട്ടിയാണ്. കൊച്ചി തുറമുഖത്തിന്റെ ശില്പിയോ റോബർട്ട് ബ്രിസ്റ്റോയാണ്. കൊച്ചി ഭരിച്ചിരുന്ന ഏക വനിത റാണി ഗംഗാധര ലക്ഷ്മിയാണ്. അതേപോലെ കൊച്ചി രാജാക്കന്മാരുടെ പ്രധാനപ്പെട്ട നാണയം പുത്തൻ എന്നാണ്. തിരുവിതാംകൂറിലൊക്കെ ഒരു ചൊല്ല് തന്നെ ഉണ്ടായിരുന്നു, 10 പുത്തൻ കിട്ടിയിരുന്നെങ്കിൽ കൊച്ചിക്കൊന്ന് പോകാമായിരുന്നു. ഇങ്ങനെ കൊച്ചി രാജവംശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ സാധാരണയുണ്ട്. കൊച്ചിയിൽ നടക്കുന്ന 3 പ്രോജക്റ്റുകൾ വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നത്. അതും ഇടയ്ക്ക് PSC ചോദിക്കാറുണ്ട്. ഒന്ന്, കൊച്ചിൻ ഷിപ്പ്യാർഡിന് സാങ്കേതിക സഹായം നൽകിയിട്ടുള്ള വിദേശ രാജ്യമേത്? അത് ജപ്പാനാണ്. കൊച്ചിൻ മെട്രോയ്ക്ക് സാങ്കേതിക സഹായം നൽകിയിട്ടുള്ളതും ജപ്പാൻ തന്നെയാണ്. കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് സാങ്കേതിക സഹായം നൽകിയിട്ടുള്ളത്, ലോകത്തെവിടെയായാലും എണ്ണയിൽ ഒരു നോട്ടമുണ്ടെന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്, അമേരിക്ക. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. കൊച്ചിൻ എണ്ണ ശുദ്ധീകരണശാലയിൽ നോട്ടം ഇട്ടിട്ടുള്ളതും അമേരിക്ക തന്നെയാണ്. കൊച്ചിൻ റിഫൈനറീസിന് സാങ്കേതിക സഹായം നൽകിയിട്ടുള്ള രാജ്യം USA. കൊച്ചി ആസ്ഥാനമായി വരുന്ന ധാരാളം ചോദ്യങ്ങൾ PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഒന്ന്, സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. ആസ്ഥാന മന്ദിരത്തിന്റെ പേര് സുഗന്ധ ഭവനമാണ്. സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം ആവുമ്പോൾ ഒരല്പ സുഗന്ധം ഉണ്ടായിക്കോട്ടെ, അങ്ങനെ ഓർത്താൽ മതി, സുഗന്ധ ഭവനമാണ്. പിന്നെ ഗേറ്റ് വേ ഓഫ് കേരള കൊച്ചിയാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം സ്ഥാപിതമായ വർഷം 1941. പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ ബേർഡ്സ് ഹോസ്പിറ്റൽ കൊച്ചിയാണ്. കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം കൊച്ചിയാണ്. കേരള ഫിഷറീസ് യൂണിവേഴ്സിറ്റി കുഫോസ് ആസ്ഥാനം കൊച്ചിയിലെ പനങ്ങാടാണ്. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് ന്യൂവാൾസിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. കേരള പ്രസ് അക്കാദമി കൊച്ചിയിലാണ്. കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ് കൊച്ചിയിലാണ്. സ്മാർട്ട് സിറ്റി കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ് കൊച്ചിയിലാണ്. സൈനിക വിമാനത്താവളം കൊച്ചിയിലാണ്. ദക്ഷിണ നേവൽ കമാൻഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ്.
ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ കൊച്ചിയുമായി ബന്ധപ്പെട്ടത് PSC ചോദിക്കാറുണ്ട്. നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഇവിടെ പങ്കുവയ്ക്കുന്നു. നേരത്തെ പറഞ്ഞ ഓപ്ഷനിലുള്ള ഒരു സ്ഥലം മട്ടാഞ്ചേരിയാണ്. മട്ടാഞ്ചേരി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഡച്ച് പാലസ് ആണ് ഓർമ്മയിലേക്ക് വരേണ്ടത്. അതിന്റെ മറ്റൊരു പേര് ലന്ത കൊട്ടാരം എന്നാണ്. ദേശീയ പ്രാധാന്യമുള്ള കേരളത്തിന്റെ സ്മാരകങ്ങളിൽ 1ാം സ്ഥാനമാണ് അതിനുള്ളത്. NKL 1 എന്ന നമ്പറാണ് അതിനിട്ടിട്ടുള്ളത് തന്നെ. ലന്ത കൊട്ടാരം എന്ന പേരിൽ അറിയപ്പെടുന്നത് മട്ടാഞ്ചേരിയിലെ ഡച്ച് പാലസ് ആണ്. മട്ടാഞ്ചേരിയുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ വേറെ ഉണ്ടാവാറുണ്ട്. മട്ടാഞ്ചേരിയാണ് കേരളത്തിലെ ജൂതന്മാരുടെ ആസ്ഥാനം. കൊച്ചിൻ സിനഗോഗ് എന്നറിയപ്പെടുന്ന കെട്ടിടം ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ കേരളത്തിലെ ആദ്യത്തെ കെട്ടിടമാണ്. മട്ടാഞ്ചേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ. കേരളത്തിലെ ഒരേ ഒരു ടൂറിസം പോലീസ് മ്യൂസിയവും മട്ടാഞ്ചേരിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ തുടങ്ങുന്നതും മട്ടാഞ്ചേരിയിലാണ്. അതേപോലെ മട്ടാഞ്ചേരിക്കുള്ള മറ്റൊരു പ്രാധാന്യം കേരളീയ ക്രിസ്തുമത വികാസ ചരിത്രത്തിലെ നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന കൂനൻ കുരിശ് സത്യം നടക്കുന്നത് മട്ടാഞ്ചേരിയിലാണ്. PSC വർഷം, മാസം, ദിവസം അടക്കം ആവർത്തിക്കുന്ന വർഷങ്ങളിൽ ഒന്നാണത്. 1653 ജനുവരി 15-നാണ് കൂനൻ കുരിശ് സത്യം നടക്കുന്നത്. മറ്റൊരു സ്ഥലം പരിചയപ്പെടുത്തിയത് തൃപ്പൂണിത്തുറയാണ്. തൃപ്പൂണിത്തുറ കൊച്ചി രാജാക്കന്മാരുടെ അവസാന തലസ്ഥാനമാണ്. ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയം ഏതാണ് എന്നാണ്. അത് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാണയ ശേഖരവും തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ തന്നെയാണുള്ളത്. തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ്. പൂജ ക്രിക്കറ്റ് അരങ്ങേറുന്ന സ്ഥലവും തൃപ്പൂണിത്തുറയാണ്. ഓപ്ഷനുകളിൽ 4-ാമത്തേത് ചേന്നമംഗലമാണ്. ചേന്നമംഗലം അങ്ങനെ ആവർത്തിച്ചിട്ടുള്ള ചോദ്യമല്ല, എന്നാലും പ്രാധാന്യമുണ്ട്. കേരളത്തിലെ ഒരേ ഒരു ക്രിസ്ത്യൻ രാജവംശത്തിന്റെ ആസ്ഥാനം. ആ ചോദ്യം ഒരു തവണ എങ്ങാണ്ട് PSC ചോദിച്ചതായിട്ട് കാണുന്നുള്ളൂ. കേരളത്തിലെ ഒരേ ഒരു ക്രിസ്ത്യൻ രാജവംശം ഏതാണ്? വില്ലുവാർ വട്ടം. വില്ലുവാർ വട്ടത്തിന്റെ ആസ്ഥാനം ചേന്നമംഗലമാണെന്ന് കരുതപ്പെടുന്നു. വില്ലുവാർ വട്ടത്തിന്റെ കഥ പരാമർശിക്കുന്ന മലയാള നോവലുണ്ട്. ഏതാണെന്നറിയാമോ? മഞ്ഞവെയിൽ മരണങ്ങൾ. പ്രസിദ്ധനായ എഴുത്തുകാരൻ ബെന്യാമീന്റെ മഞ്ഞവെയിൽ മരണങ്ങളിൽ കേരളത്തിലെ ഏക ക്രിസ്തു രാജവംശത്തിന്റെ കഥ പറയുന്നുണ്ട്. വില്ലുവാർ വട്ടത്തിന്റെ കഥ പറയുന്നുണ്ട്. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം എല്ലാവർക്കും അറിയാം, അറക്കലാണ്. അത് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ചേന്നമംഗലത്തെ കൈത്തറി ഭൗമ സൂചക പദവി ലഭിച്ചിട്ടുള്ള കൈത്തറിയാണ്. ഏറ്റവും പുതിയൊരു ചോദ്യമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ പഞ്ചായത്ത് ചേന്നമംഗലമാണ്. ഇങ്ങനെ കൊച്ചിയും പരിസര പ്രദേശങ്ങളും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായി മാറിയിട്ടുണ്ട്. കേരളത്തിൽ PSC പരീക്ഷ എഴുതുന്നവര് ഒരാളെ കുറിച്ച് പഠിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെ കുറിച്ച് പഠിക്കും? അതായത് PSC ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ഒരു വ്യക്തി, സംശയമൊന്നും വേണ്ട, നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി തന്നെ. സാധാരണ പറയാറുണ്ട്, ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ മാത്രമുള്ള ഒരു PSC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തരാമോ? കണ്ടുകിട്ടാൻ പ്രയാസമായിരിക്കും. ഈ പരിശീലനത്തിൽ ഗാന്ധിജി ഒന്ന് ഓർക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ജനനം മുതൽ തുടങ്ങാം. ഗാന്ധിജി ജനിച്ചത് 1869 ഒക്ടോബർ 2. സ്ഥലം ഗുജറാത്തിലെ പോർബന്ദറാണ്. മാതാപിതാക്കളെ കുറിച്ചൊന്നും പറയുന്നില്ല. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് C. രാജഗോപാലാചാര്യാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പിൻഗാമിയോ ജവഹർലാൽ നെഹ്റു. ആത്മീയ പിൻഗാമി വിനോബ ഭാവെ എന്ന്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഗാന്ധിജിയുടെ സന്ദേശങ്ങളിൽ ചിലത് PSC ഇടയ്ക്ക് ആവർത്തിക്കാറുണ്ട്. ഇതാര് പറഞ്ഞതാണ്? ഗാന്ധിജിയുടെ സന്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി മുഴക്കിയ മുദ്രാവാക്യം ഡു ഓർ ഡൈ. ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ്. ഗാന്ധിജിയുടെ
പ്രസിദ്ധമായ മറ്റൊരു വാചകമാണ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്നുള്ളതും ഗാന്ധിജി പറഞ്ഞത് തന്നെയാണ്. അഹിംസയും സത്യവുമാണ് എന്റെ ദൈവം മറ്റൊരു വാക്യമാണ്. ഇങ്ങനെ അദ്ദേഹത്തിന് പറഞ്ഞ ഉദ്ധരണികൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇക്കാലത്തൊരു പ്രാധാന്യമുണ്ട്. ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വന്നതെന്നാണ്. അതിന്റെ 100ാം വാർഷികമാണ് ഇപ്പോൾ ചിലയിടങ്ങളിലൊക്കെ ആഘോഷിച്ചു. 1920 ഓഗസ്റ്റ് മാസം 18-ാം തീയതിയാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത്. മൊത്തം എത്ര തവണ കേരളത്തിൽ എത്തിയിട്ടുണ്ട്? 5 തവണ. ഇങ്ങനെ ഗാന്ധിജി പോകുന്നുണ്ട്. ഗാന്ധിജിയുടെ പേര് വളരെ പ്രസിദ്ധമായതിനു ശേഷം ലോകത്തെ വിവിധ ഭാഗങ്ങളിലുള്ള വ്യക്തികൾക്ക് ഗാന്ധിയുടെ വിശേഷണങ്ങൾ ചാർത്തി കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കേരളത്തിൽ തന്നെ കേരള ഗാന്ധി കെ കേളപ്പൻ, മയ്യഴി ഗാന്ധി IK കുമാരൻ മാസ്റ്റർ, ഡൽഹി ഗാന്ധി കൃഷ്ണൻ നായർ, സിംഗപ്പൂർ ഗാന്ധി ഒരു മലയാളിയാണ് ദേവൻ നായർ, അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, ആധുനിക ഗാന്ധി ബാബ ആംദെ, ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി നെൽസൺ മണ്ടേല, അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂഥർ കിങ്, കെനിയൻ ഗാന്ധി ജോമോ കെനിയത്ത്, ബർമിഷ് ഗാന്ധി ജനറൽ ലോങ്സായി. ഇങ്ങനെ ധാരാളം ഗാന്ധിയോടൊപ്പം ചേർത്ത് വെച്ച് പലരെയും പറയുന്നുണ്ട്. ആ ഒരു പട്ടിക കൂടി ഒന്ന് പരിശോധിച്ചിട്ട് വേണം നിങ്ങൾ PSC പരീക്ഷ എഴുതാൻ വേണ്ടി പോകാൻ. ഗാന്ധിജി കേരളത്തിലെത്തിയപ്പോൾ 2 പേരുമായി നടത്തിയ കൂടിക്കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. ഗാന്ധി ഗുരു ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ച നടത്തിയ ദിവസം, വർഷം, മാസം, ദിവസമടക്കം ചോദിക്കാറുള്ളതാണ്. 1925 മാർച്ച് 12 ആ ദിവസം. അയ്യങ്കാളി ഗാന്ധി കൂടിക്കാഴ്ച നടന്നതോ 1937 അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിശേഷിപ്പിക്കുന്നത് ഗാന്ധിജിയാണ്. ഇങ്ങനെ ഗാന്ധി ചോദ്യങ്ങൾ ധാരാളമുണ്ട്. വർഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം നടത്തിയ ആദ്യത്തെ സമരം ചമ്പാരൻ സമരമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സമരം ദണ്ഡി യാത്രയാണ്. ഈ ദണ്ഡി യാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ച ഒരാളുണ്ട്, ഇർവിൻ പ്രഭുവാണ്. ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചതായി രവീന്ദ്രനാഥ ടാഗോറാണ്. അതേപോലെ തന്നെ ഗാന്ധിജിയുടെ ചിതാഭസ്മം കേരളത്തിൽ ഒഴുക്കിയ സ്ഥലം തിരുനാവായയാണ്. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പരീക്ഷ എഴുതുന്നതിന്റെ തൊട്ട് തലേ ദിവസം ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. PSCക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു മേഖലയിലേക്ക് പോവുകയാണ്. കേരളത്തിലെ അണക്കെട്ടുകൾ, ജലവൈദ്യുത പദ്ധതികൾ, ജലസേചന പദ്ധതികൾ തുടങ്ങിയ മേഖലയാണ്. അണക്കെട്ടിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് തന്നെ എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്നതും ഒരു അണക്കെട്ടായിരിക്കും. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് മുല്ലപ്പെരിയാർ. പെരിയാർ നദിയിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. ആദ്യത്തെ അണക്കെട്ടായതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് ആശങ്കയും. ഇതിന്റെ ശില്പി ആരാണ്? അത് പണിഞ്ഞ എഞ്ചിനീയർ ജോൺ പെന്നി ക്വിക്ക് എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനൊരു സ്മാരകമുണ്ട്. കേരളത്തിലല്ല, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ തേനിയിൽ. ഒരു കരാറുകൊണ്ടാണ് ഈ മുല്ലപ്പെരിയാർ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്നത്. മുല്ലപ്പെരിയാർ കരാർ തമിഴ്നാടുമായിട്ട്, അന്നത്തെ മദിരാശി ഗവൺമെന്റുമായിട്ട് ഒപ്പുവെച്ച കരാറാണ്. മദിരാശി ഗവൺമെന്റുമായി കരാറിൽ ഏർപ്പെടാൻ അനുവാദം നൽകിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ശ്രീ വിശാഖം തിരുനാളാണ്. ആരൊക്കെയാണ് ഒപ്പുവെക്കുന്നത്? തിരുവിതാംകൂറിന് വേണ്ടി ദിവാൻ രാമയ്യങ്കാറും മദിരാശിക്ക് വേണ്ടി JC ഹാനിങ്ടണുമാണ് ഒപ്പുവെക്കുന്നത്. കരാർ നിലവിൽ വരുന്നത് 1886 ജനുവരി 1 മുതൽ 999 വർഷമാണ്. ഡാമിന്റെ പണി പൂർത്തിയാവുന്നത് 1895 999 വർഷത്തെ കാലാവധി. അതാണ് ആശങ്കയ്ക്ക് അടിസ്ഥാനം.
ഡാം 999 എന്നൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അത് സംവിധാനം ചെയ്ത ആരാണ്? സോഹൻ റോയ് ആണ്. മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ AS ആനന്ദാണ്. മുല്ലപ്പെരിയാറിനെ കുറിച്ച് മാത്രം ഇത്രമാത്രം ചോദ്യങ്ങൾക്ക് പ്രസക്തിയുണ്ട്. മറ്റ് അണക്കെട്ടുകളിലേക്കും ജലവൈദ്യുത പദ്ധതികളിലേക്കും നമുക്കൊന്ന് കണ്ണോടിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ എർത്ത് ഡാം, മണ്ണ് അണക്കെട്ട് ബാണാസുര സാഗറാണ്. വയനാട് ജില്ലയിലാണുള്ളത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്, മുതിരപ്പുഴയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള ജില്ല ഇടുക്കിയാണ്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല ഇടുക്കിയാണ്. മറ്റു ജില്ലകൾക്കൊന്നും അതിനകത്ത് ഒരു പ്രാധാന്യവും ഇല്ല. എണ്ണത്തിന്റെ കാര്യത്തിൽ ഇടുക്കി തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയോ അത് ശിവസമുദ്രം പദ്ധതിയാണ്. കർണാടകയിലെ ശരാവതി നദിയിൽ 1904 അത് ആരംഭിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ചു ഡാമും ഇടുക്കിയാണ്. ഒരു ജില്ലാ പഞ്ചായത്ത് ആരംഭിക്കുന്ന ഒരു ജലവൈദ്യുത പദ്ധതിയുണ്ട് കേരളത്തിൽ. പാലക്കാട് ജില്ലയിലെ മീൻവല്ലം. അതേപോലെ ഒരു ഗ്രാമപഞ്ചായത്ത് ആരംഭിക്കുന്ന വൈദ്യുത പദ്ധതിയുണ്ട്. ആരംഭിച്ച ഗ്രാമപഞ്ചായത്ത് മാങ്കുളമാണ്, ഇടുക്കിയിലെ മാങ്കുളം. മുല്ലപ്പെരിയാർ ഒരു ദുരന്തമാകുമോ എന്ന ചിന്ത മനസ്സിലുള്ളപ്പോൾ തന്നെ മനുഷ്യർ വരുത്തിവെച്ച ദുരന്തങ്ങൾ ധാരാളമാണ്. അതിലൊന്നാണ് എൻഡോസൾഫാൻ ദുരന്തം. ഒരു 10ഓളം ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. എൻഡോസൾഫാൻ ദുരന്തം ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയ ജില്ല കാസർഗോഡാണ്. എൻഡോസൾഫാൻ ദുരന്തം ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയ ഗ്രാമം പാൻഡ്രയാണ്. എൻഡോസൾഫാൻ ദുരന്തത്തിന് ഏറ്റവും കൂടുതൽ പേർ ഇരയായ പഞ്ചായത്ത് എൻ മകജെ, ഇതെല്ലാം കാസർഗോഡാണ്. എൻ മകജെ എന്ന പേരിൽ എൻഡോസൾഫാൻ ദുരന്തം വിശദീകരിക്കുന്ന ഒരു നോവലുണ്ട്. എഴുതിയതാരാണ്? ഡോക്ടർ അംബികാസുധൻ മാങ്ങാട്. എൻഡോസൾഫാൻ ദുരന്തത്തിന് ഇരയായവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സർക്കാർ പദ്ധതിയുണ്ട്. ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് എന്നാണ് അതിന്റെ പേര്. എൻഡോസൾഫാൻ കമ്മീഷൻ C. അച്യുതനാണ്. എൻഡോസൾഫാന്റെ ദുരന്ത ഭീകരത അന്വേഷിച്ച സമിതിയുടെ ചെയർമാൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ്. എൻഡോസൾഫാൻ ഇരകളെ പുനരധിവസിപ്പിച്ച ഗ്രാമം മുതലപ്പാറയാണ്, മൂളിയാർ പഞ്ചായത്തിലാണത്. എൻഡോസൾഫാന്റെ കണ്ടന്റ് എന്നാണ്? ഓർഗാനോ ക്ലോറൈഡ് ആണ് എൻഡോസൾഫാന്റെ കണ്ടന്റ്. ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് എൻഡോസൾഫാൻ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പദ്ധതിയായിരുന്നെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എന്നൊരു പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട്. DDTയുടെ ദൂഷ്യവശങ്ങൾ ചർച്ച ചെയ്ത പുസ്തകമാണത്. എഴുതിയത് റേച്ചൽ കഴ്സൺ ആണ്. എൻഡോസൾഫാൻ സമരത്തിന്റെ നായികയുണ്ട്, ലീലാകുമാരി അമ്മ. അവരുടെ ആത്മകഥ ജീവദായിനിയാണ്. എൻഡോസൾഫാൻ സമരത്തിന് ലീലാകുമാരി അമ്മ നേതൃത്വം കൊടുത്തപ്പോൾ പ്ലാച്ചിമടയിലെ ജലസമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഒരു വനിതയാണ്, മയിലമ്മ. കൊക്കക്കോളയുടെ ജലചൂഷണത്തിനെതിരെ പാലക്കാട് ജില്ലയിലെ പെരുമാട്ടി പഞ്ചായത്തിലാണ് ആ സമരം നടക്കുന്നത്. പ്ലാച്ചിമടയുടെ സമരനായിക മയിലമ്മ ആണ്. കേരളത്തെ സംബന്ധിക്കുന്ന ആദ്യത്തെ സംഭവങ്ങൾ PSCക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു മേഖലയാണ്. സാധാരണ ആദ്യ സീരീസ് എന്നാണ് പറയുന്നത് തന്നെ. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് ഇത് വെങ്ങാനൂർ എന്നാണ്. അയ്യങ്കാളിയുടെ ജന്മസ്ഥലവും ഈ വെങ്ങാനൂർ തന്നെയാണ്. ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂരാണെങ്കിൽ ബാലപഞ്ചായത്ത് നെടുമ്പാശ്ശേരിയാണ്. നെടുമ്പാശ്ശേരി എറണാകുളം ജില്ലയിലെ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട്, അതാണ് നെടുമ്പാശ്ശേരി. നെടുമ്പാശ്ശേരി എയർപോർട്ടിനും ഒത്തിരി പ്രത്യേകതകളുണ്ട്.
എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടേതല്ലാത്ത ആദ്യത്തെ എയർപോർട്ട് നെടുമ്പാശ്ശേരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ എയർപോർട്ട് നെടുമ്പാശ്ശേരിയാണ്. ഇപ്പോഴോ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ എയർപോർട്ട് നെടുമ്പാശ്ശേരിയാണ്. ആദ്യത്തെ ജൈവഗ്രാമം, കേരളത്തിലെ ആദ്യത്തെ ജൈവഗ്രാമം എന്നറിയപ്പെടുന്നത് സമ്പൂർണ്ണ തേനുൽപാദന പഞ്ചായത്ത്, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ തേനുൽപാദന പഞ്ചായത്ത് രണ്ടും ഒന്ന് തന്നെയാണ്, ഉടുമ്പന്നൂർ ആണ്. കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷനോ വിഴിഞ്ഞം, തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം. പണ്ട് കാലത്ത് രാജേന്ദ്ര ചോള പട്ടണം എന്നറിയപ്പെട്ടിരുന്ന വിഴിഞ്ഞമാണ് കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ. ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് അക്കാദമി കണ്ണൂർ ജില്ലയിലെ ഇരിണാവിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ കൊല്ലം ജില്ലയിലെ നീണ്ടകരയിലാണ്. ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷനോ പട്ടം ആണ്. പട്ടം കേരള PSCയുടെ ആസ്ഥാനം കൂടിയാണ്. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ നെടുകാൽത്തേരിയാണ്. തുറന്ന ജയിൽ. ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകരയുമാണ്. കേരളത്തിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം. കേരളത്തിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം. കേരളത്തിലെ ആദ്യത്തെ അബ്കാരി കോടതി, കേരളത്തിലെ ആദ്യത്തെ അതിവേഗ കോടതി, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, കൊട്ടാരക്കരയിലാണ്. കേരളത്തിലെ ആദ്യത്തെ അതിവേഗ കോടതിയാണ് കൊട്ടാരക്കരയിലെ അബ്കാരി കോടതി. അതും ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത് കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര ഉത്തരമായി വരുന്ന 8-9 ചോദ്യങ്ങൾ PSC ചോദിക്കാറുണ്ട്. കൊട്ടാരക്കരയിലാണ് സംസ്ഥാന റൂറൽ ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനം, കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കരയിലാണ് കഥകളി രൂപപ്പെടുന്നത്. കഥകളിയുടെ ജന്മദേശം കൊട്ടാരക്കരയാണ്. കഥകളിയുടെ ആദ്യരൂപം രാമനാട്ടം. കഥകളിയുടെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ്. ഇളയിടത്ത് സ്വരൂപത്തിന്റെ ആസ്ഥാനം കൊട്ടാരക്കര തന്നെ. കൊട്ടാരക്കരയിലാണ് ലോകത്തിലെ ആദ്യത്തെ കശുമാവ് ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കൊട്ടാരക്കര ബസ് സ്റ്റാൻഡ്, KSRTC ബസ് ഡിപ്പോ, ഏറ്റവും കൂടുതൽ ട്രിപ്പുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന KSRTC ഡിപ്പോ കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കരയിൽ ഒരു ചെറിയ കഥകളി മ്യൂസിയവും ഉണ്ട്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. അവിടുത്തെ ഉണ്ണിയപ്പം വളരെ പ്രസിദ്ധമാണ്. അങ്ങനെ കൊട്ടാരക്കരയിൽ നിന്ന് 10ഓളം ചോദ്യങ്ങൾ സാധാരണ സാധ്യതയുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്ട് തെമ്മലയിലാണ്. ഇക്കോ ടൂറിസം പ്രോജക്ട് തെമ്മലയിൽ. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെമ്മലയിലാണ്. ഏഷ്യയിൽ ആദ്യമായിട്ട് ബട്ടർഫ്ലൈ സഫാരി പാർക്ക് വരുന്നത് തെമ്മലയിലാണ്. അതേപോലെ കേരളത്തിലെ ആദ്യത്തെ നക്ഷത്ര വനം തെമ്മലയിലാണ് ഉള്ളത്. ഇതൊക്കെ ഈ തെമ്മല ഇക്കോ പാർക്കിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതേപോലെ ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു വന്യജീവി സങ്കേതമുണ്ട്, ചെന്തുരുണി. ചെന്തുരുണി വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം തെമ്മല തന്നെയാണ്. അവിടെ മാത്രമാണ് ഈ ചെന്തുരുണി അഥവാ ചെന്തുരുണി മരങ്ങൾ ധാരാളമായി കാണപ്പെടുന്നത്. ചെന്തുരുണിയുടെ ശാസ്ത്രീയ നാമം ഗ്ലൂസ്ട്ര ട്രാവൻകൂറിക്ക എന്നാണ്. നമ്മുടെ തിരുവിതാംകൂറും കൂടി ചേർന്ന് വരുന്ന ഒരു ശാസ്ത്രീയ നാമമാണ്. അങ്ങനെ തെമ്മലയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ഷുഗർ മിൽസ് മന്നം ഷുഗർ മിൽസ് പന്തളമാണ്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് ഫോറസ്റ്റോ കോന്നിയാണ്. ആദ്യത്തെ വനം ഡിവിഷൻ, കേരളത്തിലെ ആദ്യത്തെ വനം ഡിവിഷൻ റാന്നിയാണ്. അത് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ വനം ഡിവിഷൻ റാന്നി. ആദ്യത്തെ റിസർവ് ഫോറസ്റ്റ് കോന്നിയാണെങ്കിൽ ആദ്യത്തെ വനം ഡിവിഷനും ഏറ്റവും വലിയ വനം ഡിവിഷനും റാന്നിയാണ്. ഏറ്റവും ചെറിയ വനം ഡിവിഷനോ കണ്ണൂർ ജില്ലയിലെ ആറളം ആണ്. ആറളം ആണ് ഏറ്റവും ചെറിയ വനം ഡിവിഷൻ. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി നിലയം പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടാണ്. എന്നാൽ
ആദ്യത്തെ സ്വകാര്യ കാറ്റാടി നിലയം അത് ഇടുക്കി ജില്ലയിലെ രാമക്കൽമേടാണ് ഉള്ളത്. രാമക്കൽമേട് കാറ്റിന്റെ കൊട്ടാരം, കാറ്റിന്റെ കളിത്തട്ടിൽ എന്നൊക്കെ പേരിൽ അറിയപ്പെടാറുണ്ട്. അവിടെയാണ് പ്രസിദ്ധമായ കുറവൻ കുറത്തി ശില്പം സ്ഥാപിച്ചിട്ടുള്ളത്. കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം വയലാറാണ്. കയർ ഗ്രാമം വയലാറാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് അരൂർ ആണ് ഉള്ളത്. ഇത് ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ തരിശുരഹിത പഞ്ചായത്ത് മണ്ണഞ്ചേരിയാണ്. തരിശുരഹിത പഞ്ചായത്ത് മണ്ണഞ്ചേരി. മണ്ണിന്റെ ഒരു ഇഞ്ച് പോലും തരിശില്ലാത്ത പഞ്ചായത്ത് എന്നോർത്തിരിക്കാം, മണ്ണഞ്ചേരി. ഇതൊക്കെ ആലപ്പുഴ ജില്ലയിലാണ്. ഇങ്ങനെ ഒരു പ്രത്യേക സീരീസ് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. കേരളത്തിലെ ആദ്യത്തെ സംഭവങ്ങൾ, ആദ്യത്തെ സ്ഥാപനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ PSC പരീക്ഷയുടെ തൊട്ട് തലേ ദിവസങ്ങളിലൊന്ന് ഓർത്ത് അതിലൂടെ ഒരു യാത്ര നടത്തി പോകേണ്ടതാണ്. കമ്പ്യൂട്ടർ എന്ന് കേൾക്കുമ്പോൾ PSC ആവർത്തിക്കുന്ന 5 ചോദ്യങ്ങളാണ് ഓർമ്മയിൽ വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം അത് തൃശൂർ ജില്ലയിലെ തയ്യൂരാണ്. കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം തയ്യൂരാണ്. കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ആദ്യത്തെ വില്ലേജ് മലപ്പുറം ജില്ലയിലെ ചമ്രവട്ടമാണെങ്കിൽ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് പഞ്ചായത്ത് ഓഫീസ് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാടാണ്. ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് പോലീസ് സ്റ്റേഷനോ തിരുവനന്തപുരം ജില്ലയിലെ പേരൂർക്കടയാണ്. പേരൂർക്കട ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് പോലീസ് സ്റ്റേഷനാണ്. എന്നാൽ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് കളക്ടറേറ്റ് പാലക്കാടാണ്. എങ്കിലും അക്ഷയ കമ്പ്യൂട്ടർ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് പള്ളിക്കൽ ആണ്. ചില സ്ഥലങ്ങൾക്ക് വിശേഷണങ്ങളുണ്ട്. ആ വിശേഷണങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം, മറക്കാതെ കടന്നു പോകണം. കിഴക്കിന്റെ അലക്സാണ്ട്രിയ എന്നറിയപ്പെടുന്നത്, കിഴക്കിന്റെ എന്ന സീരീസിൽ ഒരു 10 സ്ഥലങ്ങളെങ്കിലും ഉണ്ട്. കിഴക്കിന്റെ അലക്സാണ്ട്രിയ കന്യാകുമാരിയാണ്. കിഴക്കിന്റെ വെനീസ് നമുക്കെല്ലാവർക്കും അറിയാം, ആലപ്പുഴയാണ്. കിഴക്കിന്റെ കാശ്മീരോ മൂന്നാറാണ് കിഴക്കിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്നത്. കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് ഷില്ലോങ് ആണെങ്കിൽ കിഴക്കിന്റെ ഓക്സ്ഫോർഡ് പൂനെ ആണ്. കിഴക്കിന്റെ ഏഥൻസ് മധുര. കിഴക്കിന്റെ മാഞ്ചസ്റ്ററോ ജപ്പാനിലെ ഒസാക്കയാണ്. കിഴക്കിന്റെ മുത്തും കിഴക്കിന്റെ തപാൽ പെട്ടിയും ഒന്നു തന്നെയാണ്, നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്ക. കിഴക്കിന്റെ ബ്രിട്ടൻ എന്നറിയപ്പെടുന്നത് ജപ്പാനാണ്. കിഴക്കിന്റെ പുത്രി ബേനസീർ ഭൂട്ടോയാണ്. ഇങ്ങനെ കിഴക്കിന്റെ സീരീസിൽ ഇത്രയും വിശേഷണങ്ങൾ ഉണ്ടെങ്കിൽ യൂറോപ്പിന്റെ എന്ന സീരീസിലോ യൂറോപ്പിലെ രോഗി PSC ചോദിച്ചു മടുത്ത ഒരു ചോദ്യമാണ്. യൂറോപ്പിലെ രോഗി തുർക്കിയാണ്. യൂറോപ്പിന്റെ കളിസ്ഥലം സ്വിറ്റ്സർലൻഡ് ആണ്. യൂറോപ്പിന്റെ അങ്കത്തട്ട് അഥവാ കോക്പിറ്റ് എന്നറിയപ്പെടുന്നത് ബെൽജിയമാണ്. യൂറോപ്പിന്റെ ശക്തി കേന്ദ്രം ബാൽക്കൺ ആണ്. യൂറോപ്പിന്റെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്നത് ഡെൻമാർക്കാണ്. PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല എങ്കിലും പുസ്തകങ്ങളിലൊക്കെ കാണാറുണ്ട്. യൂറോപ്പിലെ അമ്മായിയമ്മ അതും ഡെൻമാർക്ക് തന്നെയാണ്. യൂറോപ്പിന്റെ ഈർച്ച മില്ല് അഥവാ അറക്കുമില്ല് എന്നറിയപ്പെടുന്നത് സ്വീഡനാണ്. യൂറോപ്പിന്റെ പുതപ്പ് ഗൾഫ് സ്ട്രീമാണ്. ഇത് സ്ഥലങ്ങൾക്കും രാജ്യങ്ങൾക്കുമുള്ള വിശേഷണങ്ങൾ അവസാനിക്കുന്നില്ല. സുവർണ പഗോഡകളുടെ നാട് മ്യാൻമറാണ്. മുത്തുകളുടെ രാജ്യം ബഹ്റിനാണ്. 7 മലകളുടെ നഗരം റോമാണ്. ഉദയസൂര്യന്റെ നാട് ജപ്പാനാണ്. ഇങ്ങനെ സ്ഥലങ്ങൾക്ക് വിശേഷണങ്ങളുണ്ട്. PSCയുടെ പരീക്ഷയോട് അടുത്തിരിക്കുന്ന സമയത്ത് ഇനം വിശേഷണങ്ങളിലൂടെ ഒന്ന് കടന്നു പോകുന്നത് വളരെ നന്നായിരിക്കും. സ്ഥലങ്ങളുടെ വിശേഷണങ്ങൾ പോലെ തന്നെ സമുന്നതരായ ചില വ്യക്തികൾക്കും വിശേഷണങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ മഹാമാന്യ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? മഹാമാന്യ മദൻ മോഹൻ മാളവിയാണ്. അദ്ദേഹത്തിന് യാചകരുടെ രാജകുമാരൻ എന്നും
വിശേഷണമുണ്ട്. ലോകമാന്യോ ബാലഗംഗാധര തിലകനാണ്. ലോകനായക് ജയപ്രകാശ് നാരായണനാണ്. പഞ്ചാബ് കേസരി എന്ന് രണ്ടുപേർ അറിയപ്പെടാറുണ്ട്. പഞ്ചാബ് കേസരി ലാല ലജപത് റായും രാജ രഞ്ജിത് സിംഗും പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്ന രണ്ടുപേരാണ്. അതേപോലെ ബംഗാൾ കടുവകൾ രണ്ടുപേരുണ്ട്. ബിപിൻ ചന്ദ്രപാലും നമ്മുടെ സൗരവ് ഗാംഗുലിയും. ഉരുക്കു മനുഷ്യൻ, ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇങ്ങനെ വ്യക്തികൾക്കും വിശേഷണങ്ങളുണ്ട്. അതുകൂടി നിങ്ങൾ ഓർത്തിരിക്കണം എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വളരെയധികം ആവർത്തിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ പഴയ പേര് തന്നിട്ട് അത് എങ്ങനെയാണ് അറിയപ്പെടുന്നതെന്നോ, ഇപ്പോഴത്തെ ഒരു സ്ഥലപ്പേര് തന്നിട്ട് പണ്ട് കാലത്ത് ഇത് അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണെന്നോ ചോദിക്കാറുണ്ട്. സ്ഥലങ്ങളുടെ പഴയ പേരുകൾ ഇതൊന്ന് പറഞ്ഞു തുടങ്ങാൻ പറ്റുന്നത് ഏറ്റവും നല്ലത് മുസരിസ് ആണ്. മുസരിസിന്റെ ഇപ്പോഴത്തെ പേരെന്താ? കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിലായിരിക്കാം ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പഴയ പേരുകൾ ഉള്ളത്. വാൽമീകി രാമായണം മുതൽ ഇങ്ങോട്ട് കൊടുങ്ങല്ലൂരിനെ സൂചിപ്പിക്കാറുണ്ട്. വാൽമീകി രാമായണത്തിൽ മുരജി പത്തനമാണെങ്കിൽ തമിഴ് കൃതികളിൽ മുജിറിയാണ്. ജൂതശാസനത്തിൽ അത് മുയിരിക്കോടാണ്. AD 800 മുതൽ ഇങ്ങോട്ട് മഹോദയ്, മഹോദയപുരം, മഹോദയ പട്ടണം എന്നീ 3 പേരുകളിലും അറിയപ്പെട്ടിട്ടുണ്ട്. വാഞ്ചിമുത്തൂർ, വാഞ്ചി, തിരുവഞ്ചിക്കുളം ഈ പേരുകളിൽ അറിയപ്പെട്ടിരുന്നതും കൊടുങ്ങല്ലൂർ തന്നെയാണ്. അശ്മകം, ആര്യഭടന്റെ ജന്മസ്ഥലമായ അശ്മകം കൊടുങ്ങല്ലൂരാണെന്ന് പറയപ്പെടുന്നു. അത് ഇംഗ്ലീഷിൽ എഴുതുന്നത് തന്നെ ക്രാങ്കന്നൂർ എന്നായിരുന്നു. വിശേഷണങ്ങളുമുണ്ട്. കൊടുങ്ങല്ലൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണത്തിന് കാരണമാവുന്നത് കൊടുങ്ങല്ലൂരിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി, ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി, ഇന്ത്യയിലെ ആദ്യത്തെ ജൂതപ്പള്ളി, ഇത് 3 കൊടുങ്ങല്ലൂരാണ്. 3 കൂട്ടർക്കും ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലമായതുകൊണ്ടാവാം കൊടുങ്ങല്ലൂരിനെ കേരളത്തിലെ ജെറുസലേം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പഴയ പേരുകളിൽ ഏറ്റവും പ്രസിദ്ധം മുസരിസ് തന്നെയാണ്. മുസരിസ് കേരളത്തിലെ പ്രാചീന തുറമുഖങ്ങളിൽ ഒന്നാണ്. കേരളത്തിൽ പ്രധാനപ്പെട്ട പ്രാചീന തുറമുഖങ്ങൾ 4 എണ്ണമാണ്. ഒന്ന് മുസരിസ് കൊടുങ്ങല്ലൂരാണ്. ഒന്ന് തിണ്ടിസ് അഥവാ തൊണ്ടിയാണ്. അത് ഇന്നത്തെ കടലുണ്ടിയാണെന്നും പൊന്നാനിയാണെന്നും പറയപ്പെടുന്നു. മറ്റൊന്ന് ബക്കറെ അഥവാ ബറക്കെ എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ പുറക്കാടാണെന്ന് വിശ്വസിക്കുന്നു. 4-മത്തേത് കൊല്ലം ജില്ലയിലെ ഇന്നത്തെ നീണ്ടകര, പഴയ നെൽക്കിണ്ടയാണ്. ഇങ്ങനെ 4 പ്രാചീന തുറമുഖങ്ങൾ കേരളത്തിലുണ്ട്. നെൽക്കുണ്ട, നീണ്ടകരയാണ്. നീണ്ടകര ഉത്തരമായി വരുന്ന 4 ചോദ്യങ്ങൾ PSC ചോദിക്കാറുണ്ട്. ഒന്ന്, കേരളത്തിലെ നെൽക്കിണ്ടയുടെ പുതിയ പേര് നീണ്ടകര. നീണ്ടകരയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം. നീണ്ടകരയിലാണ് ഇൻഡോ നോർവീജിയൻ മത്സ്യബന്ധന പ്രോജക്ട് നടക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ നീണ്ടകരയിലാണ്. കടൽ വഴിയുള്ള ഭീകര പ്രവർത്തനം തടയാനുള്ള സർക്കാരിന്റെ സംരംഭം തീരദേശ പോലീസ് സ്റ്റേഷനുകളിൽ ആദ്യത്തേത് കേരളത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് നീണ്ടകരയിലാണ്. കൊല്ലത്തിനും പഴയ പേരുകളുണ്ട്. കൊല്ലം തെൻവഞ്ചി, ജയസിംഹനാട്, ദേശിങ്ങനാട്, പോളമ്പം, കോലമ്പം, കൗലം എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിരുന്നത് കൊല്ലമാണ്. ദേശിങ്ങനാട്, ജയസിംഹനാട്, തെൻവഞ്ചി, പോളമ്പം, കോലമ്പം, കൗലം, ഇംഗ്ലീഷിൽ കൊയിലോൺ എന്നൊക്കെ വിളിച്ചിരുന്നത് കൊല്ലത്തെയാണ്. കുട്ടനാടിന്റെ പഴയ പേര് കൊട്ടനോറ എന്നായിരുന്നു. കുട്ടനാടിന്റെ പഴയ പേരിന് അപ്പുറമായി കുട്ടനാടിന്റെ 4 വിശേഷണങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കുട്ടനാടിന് പമ്പയുടെ ദാനം കുട്ടനാടാണ്. കേരളത്തിലെ നെതർലാൻഡ്സ് കുട്ടനാടാണ്. കേരളത്തിന്റെ നെല്ലറ കുട്ടനാടാണ്. കേരളത്തിന്റെ മീനറയും കുട്ടനാടാണ്. ഇങ്ങനെ 4 വിശേഷണങ്ങളുണ്ട് കുട്ടനാടിന്. കുട്ടനാട്ടിലെ നെൽകൃഷിക്ക് ലോക കൃഷി പൈതൃക പട്ടികയിൽ ഇടം ലഭിച്ചിട്ടുണ്ട്. കുട്ടനാടിന്റെ സാഹിത്യകാരൻ എന്നറിയപ്പെടുന്നത് തകഴിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കുട്ടനാടിന്റെ സാഹിത്യകാരൻ തകഴി. തകഴി സ്മാരകം കുട്ടനാട്ടിൽ തന്നെയാണ്.
കുട്ടനാട് പാക്കേജിന്റെ ശില്പിയോ MS സ്വാമിനാഥനാണ്. അതേപോലെ എറണാകുളത്തിനുമുണ്ട് പഴയ 2 പേരുകൾ. ഋഷി നാഗക്കുളം, അഞ്ചി കൈമൾ എന്നൊക്കെ പണ്ട് അറിയപ്പെട്ടിരുന്നത് എറണാകുളമാണ്. ഗുരുവായൂരോ ഗുരുവായൂർ വട്ടം എന്നായിരുന്നു ഗുരുവായൂരിന്റെ പഴയ പേര്. ഗുരുവായൂർ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ മുനിസിപ്പാലിറ്റിയാണ്. കേരളത്തിലെ ആദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഗുരുവായൂരിലാണ് സ്ഥാപിക്കപ്പെട്ടത്. കണ്ണൂരിന്റെ പഴയ പേര് നൗറ എന്നാണ്. ആദ്യകാല വിദേശ സഞ്ചാരികളുടെ കൃതികളിലൊക്കെ രേഖപ്പെടുത്തിയിരുന്ന നൗറ എന്ന തുറമുഖം കണ്ണൂരാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. കോഴിക്കോടിനും ഒത്തിരി പഴയ പേരുകളുണ്ട്. വിക്രമപുരം കോഴിക്കോടിന്റെ പഴയ പേരാണ്. ഫുർക്കി, ഫറൂഖാബാദ്, ക്യൂലിഫോ, ചൈനക്കാർ വിളിച്ചിരുന്നത് ക്യൂലിഫോ എന്നാണ്. അറബികൾ വിളിച്ചിരുന്നത് കാലിക്കൂത്ത് എന്നാണ്. കോവിൽക്കോട്ടെ, ആദ്യകാല കുറച്ച് കൃതികളിലൊക്കെ കോവിൽക്കോട്ടെ എന്ന പേര് കോഴിക്കോടിനുണ്ട്. കാലിക്കൂത്ത്, കാലിക്കറ്റ് ആയി മാറുകയായിരുന്നു. ഇങ്ങനെ കേരളത്തിലെ ഇന്നത്തെ സ്ഥലങ്ങളുടെ പഴയ പേരുകൾ ഓർമ്മയിരിക്കണം. ഗോശ്രീ കൊച്ചിയുടെ പഴയ പേരാണ്. ഗോശ്രീ പാലം എന്ന് കേട്ടിട്ടില്ലേ? അത് കൊച്ചിയിലാണ്. കൊച്ചിയുടെ പഴയ പേരാണ് ഗോശ്രീ. അപ്പോൾ നിങ്ങൾ കേരളത്തിലെ സ്ഥലങ്ങളുടെ പഴയ പേരുകൾ ഒന്ന് ഓർത്തിരിക്കുക. കേരളത്തിലെ സ്മാരകങ്ങൾ, സമാധി സ്ഥലങ്ങൾ, ജന്മദേശങ്ങളൊക്കെ PSCയുടെ മറ്റൊരു മേഖലയാണ്. ധാരാളമുണ്ട്. എന്നാൽ സ്ഥിരമായി ആവർത്തിക്കുന്നത് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ. അയ്യങ്കാളിയുടെ ജന്മദേശം വെങ്ങാനൂരാണ്. അയ്യങ്കാളിയാണ് പ്രസിദ്ധമായ വില്ലുവണ്ടി സമരം നയിച്ചത്. കുമാരനാശാന്റെ ജന്മസ്ഥലം കായിക്കരയാണ്. കുമാരനാശാൻ സ്മാരകം തോന്നയ്ക്കലാണ്. ഉള്ളൂർ സ്മാരകം ജഗതിയിലാണ്. ഉള്ളൂർ സ്മാരകമുള്ളത്. ചട്ടമ്പി സ്വാമിയുടെ ജന്മസ്ഥലം ഏതാ? രണ്ടുത്തരം കാണാറുണ്ട്. കണ്ണമ്മൂല, കൊല്ലൂർ. കണ്ണമ്മൂലയിലെ കൊല്ലൂർ എന്ന ഗ്രാമത്തിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത്. അത് രണ്ടും തിരുവനന്തപുരം ജില്ലയിലാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ സമാധി കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. ശ്രീനാരായണ ഗുരു വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. PSC പരീക്ഷകളിൽ നിറസാന്നിധ്യമാണ്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ചെമ്പഴന്തിയാണ്. പണ്ട് ഗാന്ധിയെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന മലയാളി ശ്രീനാരായണ ഗുരു തന്നെയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങളൊന്ന് പഠിച്ചിട്ടേ പരീക്ഷ എഴുതാൻ പോകാവൂ. ശ്രീനാരായണ ഗുരു ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യത്തെ മലയാളിയാണ്. മറ്റൊരു രാജ്യത്തിന്റെ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടുന്ന ആദ്യത്തെ മലയാളിയാണ്. ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ ശ്രീനാരായണ ഗുരു ഇടം നേടിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു സഞ്ചരിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്കയാണ്. കേരള ബുദ്ധൻ എന്നാണ് ശ്രീനാരായണ ഗുരു അറിയപ്പെടുന്നത്. വേലുത്തമ്പി സ്മാരകം എവിടെയാണ്? മണ്ണടിയിലാണ് വേലുത്തമ്പി സ്മാരകം. അവിടെയും ശ്രദ്ധിക്കേണ്ടത് കുണ്ട്ര വിളംബര സ്മാരകങ്ങൾ 2 എണ്ണമുണ്ട്. കുണ്ട്രയില് ഈ വിളംബരം പുറപ്പെടുവിക്കുന്ന ഇളമ്പള്ളൂർ ക്ഷേത്രത്തിന്റെ സമീപം ഒരെണ്ണമുണ്ട്. കുണ്ട്രയ്ക്ക് അടുത്തുള്ള ഒരു ചെറിയ ഗ്രാമമായ നാന്തിരിക്കലും കുണ്ട്ര വിളംബര സ്മാരകങ്ങളുണ്ട്. കുണ്ട്ര വിളംബരത്തിന് 2 സ്മാരകങ്ങൾ, കുണ്ട്രയിലും നാന്തിരിക്കലും. വേലുത്തമ്പി സ്മാരകം പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിലാണ്. കുണ്ട്ര വിളംബരം നടന്ന ദിവസം, വർഷം, മാസം, ദിവസം അടക്കം PSC ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ് കുണ്ട്ര വിളംബരം നടന്നതെന്നാണ്. 1809 ജനുവരി 11 കുണ്ട്ര വിളംബരം നടക്കുന്നത്. സരസകവി മൂലൂർ S പത്മനാഭ പണിക്കരുടെ സ്മാരകം എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലെ ഇലവുംതിട്ടയിലാണ് ആ സ്മാരകം. ആലപ്പുഴയിൽ പ്രസിദ്ധരായ 3 വ്യക്തികൾക്ക് സ്മാരകങ്ങളുണ്ട്. AR രാജരാജവർമ്മ, സർദാർ KM പണിക്കർ, വയലാർ. ഇവരുടെ 3 പേരുടെയും സ്മാരകം ആലപ്പുഴയിലാണ് ഉള്ളത്. തകഴി സ്മാരകം കുട്ടനാട്ടിലാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. സഹോദരൻ അയ്യപ്പൻ സ്മാരകമോ ചെറായിയിലാണ്. അദ്ദേഹം മിശ്ര ഭോജനം വഴി വളരെ പ്രസിദ്ധനായ ആളാണ് സഹോദരൻ അയ്യപ്പൻ. 1917 മിശ്ര ഭോജനം നടത്തുന്നത്. എന്നാൽ പന്തി ഭോജനം ആരംഭിച്ചത് തൈക്കാട് അയ്യ എന്ന വ്യക്തിയാണ്. ആദിശങ്കരന്റെ ജന്മസ്ഥലം കാലടി ആണ്. ആദിശങ്കരന്റെ ജന്മസ്ഥലം. കേരളത്തിലെ സംസ്കൃത സർവകലാശാലയുടെ ആസ്ഥാനവും കാലടിയാണ്.
ചങ്ങമ്പുഴ സ്മാരകം ഇടപ്പള്ളിയിലാണ്. ഇടപ്പള്ളിയിൽ തന്നെയാണ് കേരള ചരിത്ര മ്യൂസിയവും. മലപ്പുറം ജില്ലയിലേക്ക് എത്തുമ്പോൾ മൊയ്ൻകുട്ടി വൈദ്യർ സ്മാരകം എവിടെയാണ്? കൊണ്ടോട്ടിയിലാണ്. അവിടെ തന്നെയാണ് കേരള മാപ്പിള കലാ പഠന കേന്ദ്രവും. തിരൂരിലേക്ക് എത്തുമ്പോൾ അവിടെ വാഗൺ ട്രാജഡി ഹാളുണ്ട്. വാഗൺ ട്രാജഡി സ്മാരകം തിരൂരാണ്. തിരൂരിൽ തന്നെയാണ് മലയാള സർവകലാശാലയുടെ ആസ്ഥാനവും. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛന്റെ ജന്മദേശവും തിരൂർ തുഞ്ചൻ പറമ്പിൽ തന്നെയാണ്. കോട്ടയ്ക്കൽ പ്രസിദ്ധമായ ആയുർവേദശാല ഉള്ളത് കോട്ടയ്ക്കലാണ്. വേങ്ങരയിലാണ് മഹാകവി VC ബാലകൃഷ്ണ പണിക്കർ സ്മാരകം. നമ്മുടെ വീടൊക്കെ പണിയുന്ന വെട്ടുകല്ലിനും മലപ്പുറം ജില്ലയിൽ ഒരു സ്മാരകമുണ്ട്. വെട്ടുകല്ല് സ്മാരകം അങ്ങാടിപ്പുറത്താണ്. അതിനടുത്ത് പെരിന്തൽമണ്ണയ്ക്കടുത്ത് ഏലംകുളത്താണ് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന EMSന്റെ ജന്മദേശം. നിലമ്പൂര് തേക്ക് മ്യൂസിയം കൊണ്ടാണ് പ്രസിദ്ധമായിരിക്കുന്നത്. ഒന്ന് ലോകത്തിലെ ഏക തേക്ക് മ്യൂസിയം അവിടെയാണെന്നാ പറയുന്നത്. കേരളത്തിൽ നട്ടുണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും വലിയ തേക്ക് മരവും അവിടെ തന്നെ. കേരളത്തിലെ ആദ്യത്തെ സ്ത്രീ ധന വിമുക്ത പഞ്ചായത്ത് നിലമ്പൂരായിരുന്നു. പഴശ്ശിയുമായി ബന്ധപ്പെട്ട് 4 സ്മാരകങ്ങളുണ്ട്. ഓർത്തിരിക്കേണ്ട 4 പേരുകൾ. പഴശ്ശി സ്മാരകം അഥവാ പഴശ്ശി കുടീരം എവിടെയാണ്? വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ് പഴശ്ശി കുടീരം. പഴശ്ശിയുടെ സ്മൃതി മന്ദിരം അവിടെയാണ്. എന്നാൽ പഴശ്ശി മ്യൂസിയമോ കോഴിക്കോട് ജില്ലയിലെ ഈസ്റ്റ് ഹില്ലിലാണ്. പഴശ്ശി ഡാം കണ്ണൂർ ജില്ലയിലെ വെളിയമ്പറയിലാണ് പഴശ്ശി ഡാം. പഴശ്ശി കൊട്ടാരം വയനാട് ജില്ലയിലെ പനമരവുമാണ്. ഇങ്ങനെ സ്മാരകങ്ങൾ, ജന്മസ്ഥലങ്ങൾ ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതിലൂടെ ഒന്ന് കണ്ണോടിച്ചിട്ട് വേണം നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകാൻ. കേരളവുമായി ബന്ധമില്ല, സയൻസിലേക്ക് ഒന്ന് കടക്കുകയാണ്. കാരണം LPST പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു കൂട്ടം ചോദ്യങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. പ്രകൃതി പ്രതിഭാസങ്ങളും അവയുടെ കാരണവും. നമ്മുടെ മഞ്ഞുതുള്ളി, വജ്രം ഇവ തിളങ്ങാൻ കാരണം എന്താണ്? പൂർണ്ണാന്തര പ്രതിഫലനമാണ്. മഞ്ഞുതുള്ളിക്കും വജ്രത്തിനും ഒരേ തരത്തിലുള്ള തിളക്കമാണ്. അത് പൂർണ്ണാന്തര പ്രതിഫലനമാണ് അതിന് കാരണം. ജലാശയങ്ങളിലെ ആഴക്കുറവ് തോന്നൽ, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം, ജലത്തിൽ കുത്തി നിർത്തിയിരിക്കുന്ന ഒരു വടി ഒടിഞ്ഞതായി തോന്നാൻ കാരണം, ഇവയ്ക്ക് 3 കാരണമായി പറയുന്ന പ്രകൃതി പ്രതിഭാസം അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ ആണ്. മരീചിക എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മരുഭൂമിയിൽ കാണുന്ന വെള്ളമുണ്ട് എന്ന് തോന്നുന്ന ഒരവസ്ഥയാണ് മരീചിക. ചുട്ടുപഴുത്തു കിടക്കുന്ന ടാർ റോഡിൽ വളരെ അകലത്തേക്ക് നോക്കുമ്പോൾ വെള്ളമുണ്ടെന്ന് തോന്നാം. ഇത് മരീചിക എന്നാ പറയുന്നത്. ഇതിന് കാരണവും ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ കൂടി പ്രകാശത്തിന്റെ വേഗതയിൽ ശബ്ദം സഞ്ചരിക്കാനുള്ള കാരണവും ഒന്ന് തന്നെയാണെന്നാ പറയുന്നത്. പൂർണ്ണാന്തര പ്രതിഫലനവും അപവർത്തനവുമാണ് അതിന്റെ കാരണം. കുറച്ചു കാലം മുമ്പൊക്കെ പൂർണ്ണാന്തര പ്രതിഫലനം മാത്രം പരീക്ഷയ്ക്ക് ഉത്തരമായി തന്നിരുന്നു. ഇപ്പോഴത് അങ്ങനെ തനിച്ച് കാണാറില്ല. പൂർണ്ണാന്തര പ്രതിഫലനവും അപവർത്തനവും കൂടി ചേർന്നിട്ടാണ് കാണുന്നത്. അത് തന്നെയാണ് കറക്റ്റ്. സൂര്യനിൽ നിന്ന് ചൂടും പ്രകാശവും ഭൂമിയിലെത്തുന്ന രീതി റേഡിയേഷനാണ്. ഭൗമ അന്തരീക്ഷം ചൂടുപിടിക്കുന്ന രീതിയോ? അതിന് കാരണം ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന പ്രതിഭാസമാണ്. നിഴലിന്റെ വക്കുകൾ ക്രമരഹിതമായി തോന്നാൻ കാരണം എന്ത്? നിഴലിന്റെ വക്കുകൾ ഷാർപ്പല്ല. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു ചിത്രം വലുതാക്കുമ്പോൾ അതിന്റെ വക്ക് ക്രമരഹിതമായിരിക്കും. നിഴലിന്റെ വക്കുകളും അതേപോലെ തന്നെയാണ്. അതിന് കാരണം എന്താണ്? അതിന് വിഭംഗനം അഥവാ ഡിഫ്രാക്ഷൻ ആണ് അതിന്റെ കാരണം. സോപ്പ് കുമിള ശ്രദ്ധിച്ചിട്ടില്ല? അതിലൊരു വർണ്ണരാജി കാണാം. അതേ വർണ്ണരാജി റോഡിൽ പരന്നൊഴുകുന്ന പെട്രോളിലും കാണാൻ പറ്റും നിങ്ങൾക്ക്. സോപ്പ് കുമിളയിലെയും റോഡിൽ പരന്നൊഴുകുന്ന പെട്രോളിലെ വർണ്ണരാജിക്കും കാരണം ഒന്ന് തന്നെയാണ്. അതിന് ഇന്റർഫറൻസ് അഥവാ വ്യതികരണം എന്നാണ് പറയുന്നത്. അസ്തമയ സൂര്യന്റെ ചുവപ്പ് നിറം ശ്രദ്ധിച്ചിട്ടില്ലേ? എന്ത് സുന്ദരമാണ്! ആകാശ നീലിമ എന്തോ രസമാണ്. കടൽ ജലത്തിന്റെ നീല നിറം. ഇത് 3 ഇങ്ങനെ തോന്നാനുള്ള കാരണം വിസരണം അഥവാ സ്കാറ്ററിംഗ് ആണ്. വിസരണം പറയുമ്പോൾ വിസാരണം പറയാതിരിക്കാൻ പറ്റില്ല. ഡിഫ്യൂഷൻ. സാധാരണ ചോദിക്കുന്നത് സുഗന്ധദ്രവ്യ കുപ്പി തുറന്നാൽ മണം വ്യാപിക്കുന്നത്
ഏത് പ്രതിഭാസം വഴിയാണ്? അത് വിസാരണം വഴിയാണ്. അത് ഡിഫ്യൂഷൻ. അതേപോലെ തന്നെയാണ് ആ ഒരു സീരീസിൽ ഓപ്ഷനുകളിൽ കാണാം താപ കൈമാറ്റ പ്രക്രിയയിൽ ദ്രാവകവും വാതകവും. ദ്രാവകങ്ങളിലെയും വാതകങ്ങളിലെയും താപ കൈമാറ്റ പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്ത്? സംവഹനം, കൺവെക്ഷൻ. ഇതിവിടെ പറയാനുള്ള കാരണം ഇത് ഏറ്റവും കൂടുതൽ പേർ തെറ്റിക്കുന്ന ഒരു മേഖലയായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളും ഈ ചോദ്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി ഒന്ന് ഓർത്തു നോക്കിയിട്ട് വേണം പരീക്ഷ എഴുതാൻ പോകാൻ. കേരളത്തിലെ സ്ഥലങ്ങൾക്കും വിശേഷണങ്ങളുണ്ട്. ദക്ഷിണ കാശി തിരുനെല്ലിയാണ്. കേരളത്തിലെ കാശിയോ വർക്കലയാണ്. PSCക്ക് വർക്കലയിൽ ചെന്നാൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ദക്ഷിണ കാശി എന്നാണ്. എന്നാൽ PSCയുടെ ആൻസർ കീയിലുള്ളത് കേരളത്തിലെ കാശി വർക്കലയും ദക്ഷിണ കാശി തിരുനെല്ലിയുമാണ്. ദക്ഷിണ ദ്വാരക ഗുരുവായൂരാണ്. ദക്ഷിണ ഗുരുവായൂർ അമ്പലപ്പുഴയാണ്. അമ്പലപ്പുഴയും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് PSCയെ സംബന്ധിച്ച്. അമ്പലപ്പുഴയുടെ പഴയ പേര് ചെമ്പകശ്ശേരിയാണ്. അവിടെ വെച്ചാണ് ആദ്യമായിട്ട് തുള്ളൽ അരങ്ങേറുന്നത്. കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവ് ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നത് അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ്. അത് ദക്ഷിണ ഗുരുവായൂർ എന്നാണ് അറിയപ്പെടുന്നത്. ദക്ഷിണ വാരണാസി കൊട്ടിയൂർ ആണ്. ദക്ഷിണ വാരണാസി. ദക്ഷിണ കുംഭമേള ശബരിമല മകരവിളക്കാണ്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ആറ്റുകാൽ ആണ്. കേരളത്തിലെ ഗംഗ ഭാരതപ്പുഴയാണ്. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ആറന്മുള ജലോത്സവമാണ്. ഇങ്ങനെ കേരളത്തിലെ സ്ഥലങ്ങളുടെ വിശേഷണങ്ങളുണ്ട്. വേറൊരു തരത്തിലുള്ള വിശേഷണങ്ങളുമുണ്ട്. കയർ ഗ്രാമം വയലാറാണ്. കയർ ഗ്രാമം. പക്ഷിഗ്രാമം നൂറനാട്. പാവങ്ങളുടെ ഊട്ടി നെല്ലിയാമ്പതി. സ്വപ്നനഗരി കോഴിക്കോട്. വയനാടിന്റെ കവാടം ലക്കിടി. ഹൈറേഞ്ചിന്റെ കവാടം കോതമംഗലം. തേക്കടിയുടെ കവാടം കുമളി. സിദ്ധഗ്രാമം ചന്തിരൂർ. കേരളത്തിന്റെ മഴ നിഴൽ പ്രദേശം ചിന്നാർ. ചിന്നാർ പറയുമ്പോൾ ചിന്നാറിൽ കാണപ്പെടുന്ന രണ്ട് ജീവികൾ നക്ഷത്രയാമയും ചാമ്പൽ മലയണ്ണാനും. ഇവ രണ്ടും കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സ്ഥലം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ കേരളത്തിലെ ചില സ്ഥലങ്ങളുടെ വിശേഷണങ്ങളും നമ്മൾ ഓർത്തിരിക്കണം. കേരളത്തിലെ നാഷണൽ പാർക്കുകളും വന്യജീവി സങ്കേതങ്ങളും PSCക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അതിന് പ്രാധാന്യം വളരെ കൂടുതലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ PSCക്കും ധാരാളം ചോദ്യങ്ങൾ വരാറുണ്ട്. നാഷണൽ പാർക്കുകൾ എത്ര എണ്ണമാണ്? അതിലൊരു ചെറിയ കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലെ നാഷണൽ പാർക്കുകൾ കേരള PSCയുടെ ആൻസർ കീ അനുസരിച്ച് ഇപ്പോഴും 5 എണ്ണമാണ്. ആനമുടി ചോല, പാമ്പാടും ചോല, മതികെട്ടാൻ ചോല, ഇരവികുളം, സൈലന്റ് വാലി. ഈ 5 എണ്ണമാണ് കേരളത്തിലെ നാഷണൽ പാർക്കുകൾ. ഞങ്ങളൊക്കെ ഓർത്തിരിക്കുന്നത് ആനയും പാമ്പും മതിച്ചാലും ഈ കുളം സൈലന്റ് എന്നാണ്. എന്താണ്? ആനയും പാമ്പും മതിച്ചാലും ഈ കുളം സൈലന്റ്. ആനമുടി ചോല, പാമ്പാടും ചോല, മതികെട്ടാൻ ചോല, ഈ കുളം ഇരവികുളം, സൈലന്റ്, സൈലന്റ് വാലി. അതിലേറ്റവും പ്രധാനം ഇരവികുളവും സൈലന്റ് വാലിയും തന്നെയാണ്. ഇരവികുളം എന്തൊക്കെയാണ് പ്രത്യേകത? കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഇരവികുളമാണ്. രാജമലൈ എന്ന പേരിൽ അറിയപ്പെടുന്ന നാഷണൽ പാർക്ക് ഇരവികുളമാണ്. സംരക്ഷിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ജീവിവർഗം വരയാടാണ്. അതിന്റെ മറ്റൊരു പേര് നീലഗിരി താർ എന്നാണ്. പാറക്കെട്ടിലെ സർക്കസുകാരൻ എന്നാണ് അതിനുള്ള വിശേഷണം. അതിന്റെ ശാസ്ത്രീയ നാമം നീലഗിരി ട്രാഗസ് എന്നാണ്. തമിഴ്നാടിന്റെ ഔദ്യോഗിക മൃഗവും വരയാടാണ്. ഇങ്ങനെ ഇരവികുളവുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങളുണ്ട്. സൈലന്റ് വാലിയുമായും ബന്ധപ്പെട്ട് ചോദ്യങ്ങളുണ്ട്. സൈലന്റ് വാലിയുടെ പഴയ പേര് സൈരന്ധ്രി വനം എന്നാണ്. ചീവീടുകളെ കാണാത്തത് കൊണ്ടാണ് അതിന് ആ പേര് വന്നത്. സൈലന്റ് വാലിയിലെ വിവാദ ജലവൈദ്യുത പദ്ധതിയുണ്ട് പാത്രക്കടവ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയുണ്ട് കുന്തിപ്പുഴ. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി കുന്തിപ്പുഴയാണ്. എന്നാൽ സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പുഴ ഏത് എന്നൊരു ചോദ്യമുണ്ട്. അതിനുത്തരം തൂതപ്പുഴയാണ്. സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെടുന്ന പ്രധാന ജീവിവർഗം സിംഹവാലൻ കുരങ്ങാണ്. അതിന്റെ ശാസ്ത്രീയ നാമം
മക്കാക്ക സൈലനസ് എന്നാണ്. ഇഷ്ടപ്പെട്ട ഭക്ഷണം വെടിപ്ലാവിന്റെ ഫലമായ മുള്ളൻചക്കയാണ്. ഇതൊക്കെ PSC ചോദിക്കാറുണ്ട്. അതേപോലെ സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന നിശാശലഭം, അവിടെ മാത്രമേ അത് കാണാറുള്ളൂ കേരളത്തിൽ. അറ്റ്ലസ് മോത്ത് എന്ന് പറയുന്ന നിശാശലഭം സൈലന്റ് വാലിയിലാണ് കാണപ്പെടുന്നത്. സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ 2 പ്രധാനമന്ത്രിമാരുടെ പേര് അറിഞ്ഞിരിക്കണം. രണ്ടും ചോദിച്ചിട്ടുണ്ട്. സൈലന്റ് വാലിയെ നാഷണൽ പാർക്ക് ആക്കാൻ തീരുമാനിച്ച പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. എന്നാൽ നാഷണൽ പാർക്കായി പ്രഖ്യാപിക്കുന്ന പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധിയാണ്. 1984 1984 വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. 84 ഉത്തരമായി വരുന്ന ധാരാളം ചോദ്യങ്ങളുണ്ട്. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത് 1984 ഭോപ്പാൽ ദുരന്തം 1984 കാസർഗോഡ് ജില്ല രൂപപ്പെടുന്നത് 1984 നമ്മുടെ രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തുന്നത് 1984 ഇങ്ങനെ 84 ഉത്തരമായി വരുന്ന ധാരാളം ചോദ്യങ്ങളും ഉണ്ട്. നാഷണൽ പാർക്കുകളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞത്, കേന്ദ്ര വനം വകുപ്പിന്റെ റിപ്പോർട്ടുകളിലൊക്കെ 6 നാഷണൽ പാർക്കുകളാണ് ഉള്ളത്. പെരിയാർ നാഷണൽ പാർക്ക് എന്ന് കാണാറുണ്ട്. എന്നാൽ PSCയുടെ ആൻസർ കീയിൽ ഇതുവരെ 5 മാത്രമേ വന്നിട്ടുള്ളൂ. 5ഉം 6ഉം കൂടി ചോദിക്കില്ല എന്ന് കരുതാം. 5 ഓപ്ഷനിൽ 5ഉം 6ഉം ഉണ്ടെങ്കിൽ ഇനി എഴുതേണ്ടത് ഏത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം ഒരു ചോദ്യചിഹ്നമാണ്. എങ്കിലും പറയുന്നു 6 തന്നെ എഴുതാം. കാരണം പെരിയാർ നാഷണൽ പാർക്ക് കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ടിലുള്ളതാണ്. അതൊരു പക്ഷേ ഇനിയും PSC അത് അംഗീകരിച്ച് ആൻസർ കീയിൽ 6 മാറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 5ഓ 6ഓ ഏതെങ്കിലോ ഒന്നേ ഉള്ളെങ്കിൽ 2ൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. നാഷണൽ പാർക്കുകൾ ഇങ്ങനെയാണ്. വന്യജീവി സങ്കേതങ്ങൾ കേരളത്തിൽ 18 ബാക്കിയുണ്ട്. അതിലേറ്റവും പ്രധാനം 1 പറമ്പിക്കുളമാണ്. പറമ്പിക്കുളത്തിന്റെ പ്രത്യേകത എന്താണ്? തമിഴ്നാട്ടിലൂടെ മാത്രം തമിഴ്നാട്ടിലൂടെ മാത്രം എത്തിച്ചേരാൻ കഴിയുന്ന കേരളത്തിന്റെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. ആസ്ഥാനം തൂണക്കടവാണ്. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകളെ കാണുന്ന വന്യജീവി സങ്കേതം പറമ്പിക്കുളമാണ്. പറമ്പിക്കുളത്തിലെ ഒരു തേക്ക് വളരെ പ്രസിദ്ധമാണ്. നട്ടുണ്ടാക്കിയ ഏറ്റവും വലിയ തേക്ക് നിലമ്പൂരാണെങ്കിൽ ഭൂമിയിലെ ഏറ്റവും വലിയ തേക്ക് പറമ്പിക്കുളത്തെ കന്നിമാര ആണ്. പറമ്പിക്കുളം അങ്ങനെ പ്രസിദ്ധമാണ്. അതേപോലെ ഒരു മയിൽ സങ്കേതമുണ്ട്. ചൂലന്നൂരാണ് ആസ്ഥാനം. പാലക്കാട് ജില്ലയിലെ ചൂലന്നൂർ. KK നീലകണ്ഠൻ ഇന്ദുചൂടൻ സ്മാരക മയിൽ സങ്കേതമാണ് ചൂലന്നൂര്. ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകളും ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുമുള്ള ജില്ല ഇടുക്കിയാണ്. ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ്. ഏറ്റവും ആദ്യത്തെ വന്യജീവി സങ്കേതവും പെരിയാർ വന്യജീവി സങ്കേതമാണ്. അതിന്റെ ആദ്യത്തെ പേര് നെല്ലിക്കാപ്പെട്ടിയാണ്. ഇങ്ങനെ നാഷണൽ പാർക്കുകളും വന്യജീവി സങ്കേതങ്ങളും ഒന്നും നോക്കാതെ PSC പരീക്ഷയ്ക്ക് പോകാൻ ആർക്കും കഴിയില്ല. നിങ്ങളും അത് ചെയ്യുക. പ്രിയമുള്ളവരെ, കേരളത്തിലെ പ്രധാനപ്പെട്ട 10-15 സ്ഥലങ്ങളും പഞ്ചായത്തുകളും ഒന്ന് പരാമർശിച്ച് ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. കേരളത്തിലെ ഏക പട്ടികവർഗ പഞ്ചായത്ത് ഏതാണ്? അതാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബ്രോഡ്ബാൻഡ് പഞ്ചായത്ത്. ജനസംഖ്യ കുറഞ്ഞ പഞ്ചായത്തും ഇതുതന്നെയാണ്. ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി. മുതുവാൻ വിഭാഗത്തിൽപ്പെട്ട 5000 പേര് മാത്രമാണ് അവിടുത്തെ ജനസംഖ്യ. ഇടമലക്കുടി പലപ്പോഴും പത്രമാധ്യമങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള പേരായിരിക്കും ഇടമലക്കുടി. കേരളത്തിലെ ആദ്യത്തെ പട്ടികവർഗ പഞ്ചായത്ത് അഥവാ ആദിവാസി പഞ്ചായത്ത് എന്നൊക്കെ വിശേഷണമുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്തോ കുമ്മളിയാണ്. ഇടുക്കി ജില്ലയിലെ കുമ്മളി. സാധാരണ ഓർത്തിരിക്കാൻ പറയാറുണ്ട്, എത്തിയാൽ അമളി പറ്റാതെ നോക്കണേന്ന്. കാരണം കുമ്മളി ഭൂപ്രദേശത്തിന്റെ പ്രത്യേകത കൊണ്ട് ഏകദേശം ഒരേപോലാണ്, വലുതുമാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ പഞ്ചായത്ത് കുമ്മളിയാണെങ്കിൽ ഏറ്റവും ചെറിയ പഞ്ചായത്ത്, വിസ്തീർണം കുറഞ്ഞ പഞ്ചായത്ത് വളപട്ടണമാണ്. ഒരു വളയുടെ അത്രയും വലിപ്പമുള്ള പട്ടണം എന്ന് ആലോചിച്ചാൽ മതി. വിസ്തീർണത്തിൽ ചെറുതാണല്ലോ, ഓർത്തിരിക്കാൻ പല ടെക്നിക്കുകളാണ്. വളപട്ടണം ആണ് ഏറ്റവും വിസ്തീർണം കുറഞ്ഞ പഞ്ചായത്ത്.
കേരളത്തിൽ തൊഴിൽ രഹിതരില്ലാത്ത ഒരു പഞ്ചായത്തുണ്ടത്രേ. തൃശൂർ ജില്ലയിലെ തളിക്കുളമാണ് കേരളത്തിലെ ഏക തൊഴിൽ രഹിതർ ഇല്ലാത്ത പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യ സാക്ഷരതാ പഞ്ചായത്തോ തൃശൂരിലെ മുല്ലക്കരയാണ്. ആദ്യ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ പോത്തുകല്ലാണ്. കേരളത്തിലെ ആദ്യത്തെ നിയമസാക്ഷരതാ ഗ്രാമം ഒല്ലൂക്കരയാണെങ്കിൽ ആദ്യത്തെ നിയമസാക്ഷരതാ പഞ്ചായത്ത് ചെറിയ നാടാണ്. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ ടൂറിസം ഗ്രാമം കുമ്പളങ്ങിയാണ്. അതുതന്നെയാണ്, ഈ കുമ്പളങ്ങി തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ടൂറിസം ഗ്രാമം എന്നും അറിയപ്പെടുന്നത്. ആദ്യ മാതൃകാ മത്സ്യബന്ധന ടൂറിസം ഗ്രാമം കുമ്പളങ്ങി. കേരളത്തിന്റെ കേരഗ്രാമവും കുമ്പളങ്ങിയാണ്. ആദ്യമായിട്ട് ഒരു മിനറൽ വാട്ടർ പ്ലാന്റ് സ്ഥാപിക്കുന്നത് കേരളത്തിൽ കുമ്പളങ്ങിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ വ്യവഹാരരഹിത ഗ്രാമം വരവൂരാണ്. വ്യവഹാരരഹിത ഗ്രാമം. കേരളത്തിലെ ആദ്യത്തെ വ്യവഹാരരഹിത പഞ്ചായത്ത് വട്ടവടയാണ്. ആദ്യ കരകൗശല ഗ്രാമം ഇരിങ്ങൽ ആണ്. സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂരാണ്, കാസർഗോട്ടെ. നേത്രദാന ഗ്രാമം. പ്രിയപ്പെട്ട മത്സരാർത്ഥികളെ, ഏകദേശം 1 മണിക്കൂർ സമയം കൊണ്ട് PSC സ്ഥിരമായി ആവർത്തിക്കുന്ന 30ഓളം മേഖലകളിൽ നിന്ന് 350-400 ചോദ്യങ്ങളാണ് നിങ്ങളുമായി ചർച്ച ചെയ്തത്. ഈ മേഖലകൾ പരിചയപ്പെടുത്തുക മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. വലിയ കടൽ പോലെ പരന്നു കിടക്കുന്ന പൊതുവിജ്ഞാനത്തിൽ നിന്ന് എല്ലാം പഠിപ്പിക്കൽ ഈ കുറഞ്ഞ സമയം കൊണ്ട് അസാധ്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മേഖലകൾ ഒന്ന് ഓർമ്മപ്പെടുത്തി അതിലൂടെ പോകണമെന്ന് അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്തത്. ഈ അടുത്തു വരുന്ന LPST പരീക്ഷയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉന്നത വിജയം നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സർക്കാർ ജോലി എന്ന സ്വപ്നം പൂവണിയാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.